السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله. നമ്മൾ കഴിഞ്ഞ ദിവസം 177-ാമത്തെ ആയത്ത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 170-ാമത്തെ ആയത്തില് ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين. നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുന്നതല്ല പുണ്യം, പിന്നെയോ അല്ലാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുക. വആതൽ മാല അലാ ഹുബ്ബിഹി, സമ്പത്തിന് ഏറെ പ്രിയമുണ്ടായിരിക്കെ അത് ചെലവഴിക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? സുബ്ഹാനല്ലാഹ്. നമുക്ക് വാക്കർത്ഥങ്ങൾ ഇന്നലെ നോക്കിയത് കൊണ്ട് ഡയറക്റ്റ് തഫ്സീറിന്റെ കണ്ടിന്യൂഷനിലേക്ക് പോവാണ് ഇൻഷാ അല്ലാഹ്. അപ്പം വആതൽ മാല അലാ ഹുബ്ബിഹി, അവര് എന്താണ്, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയോടുള്ള ഇഷ്ടത്തിന്റെ മേലെ അവര് സമ്പത്ത് ചെലവഴിക്കും. അതല്ലെങ്കിൽ അവർക്ക് സമ്പത്തിനോട് തന്നെയുള്ള ഇഷ്ടം കണക്കാക്കാതെ അത് വകവെക്കാതെ അവര് സമ്പത്ത് ചെലവഴിക്കും. അങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ മനസ്സിലാക്കില്ലേ? ഇനി ആർക്കാണ് അവർ ഈ സമ്പത്ത് ചെലവഴിക്കുന്നത്, ഏതൊക്കെ കാറ്റഗറീസിന് വേണ്ടിയിട്ടാണ് അവർ ചെലവഴിക്കുക? ബിർറെന്ന് പറയുന്ന അല്ലെങ്കിൽ പുണ്യവാന്മാര് എന്ന് പറയുന്ന ആളുകൾ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓരോ കാറ്റഗറീസ് എന്തൊക്കെയാ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ദവിൽ ഖുർബ, വളരെ അടുത്ത ബന്ധുക്കൾ അല്ലെ? സുബ്ഹാനല്ലാഹ്. അത് അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കുന്നുണ്ട് അവര്. ദവി എന്ന് പറഞ്ഞാൽ ദു എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറലാണ്. ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒന്ന് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഒന്ന് സ്വന്തമായിരിക്കുക, അതിനാണ് ദു എന്ന് പറയുന്നത്. ദുവിന്റെ പ്ലൂറലാണ് ദവി. ഖുർബ, ഖാഫ്, റോ, ബ, അടുത്തത്. ഖരീബ് എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ അല്ലെ? ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്തത്. അപ്പം അടുത്ത ബന്ധുക്കൾ. ഓക്കെ, അപ്പം ആർക്ക് അടുത്ത ബന്ധുക്കളുണ്ടോ, സുബ്ഹാനല്ലാഹ്, അവരാണ് ഏറ്റവും ആദ്യം കൊടുക്കാൻ അർഹതപ്പെട്ട, അല്ലെങ്കിൽ അവർക്കാണ് ആദ്യം കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ അടുത്ത ബന്ധുക്കൾ എന്ന് പറയുമ്പം അവര് പാവപ്പെട്ടവരാവണം നിർബന്ധമില്ല. പാവപ്പെട്ടതല്ലെങ്കിലും അവർക്ക് അത്യാവശ്യത്തിന് ജീവിക്കാനുള്ള വകുപ്പുണ്ടെങ്കിലും അടുത്ത ബന്ധുക്കൾക്കാണ് ഏറ്റവും ആദ്യം കൊടുക്കുക. അതിനകത്ത് പാവപ്പെട്ട പ്രയാസങ്ങളുള്ളവരാണെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ അവർക്ക് ചെലവഴിക്കണം. പക്ഷെ ബന്ധുക്കളാണെങ്കിൽ അവരുടെ മേലെ ചെലവഴിക്കുക. സുബ്ഹാനല്ലാഹ്. പിന്നെ നമുക്കറിയാം, ബന്ധുക്കൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പം അവർക്ക് വേണ്ടി ചെയ്യുന്ന സ്വതക്കകൾ നമുക്ക് ഡബിൾ റിവാർഡാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മൾ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്, സ്വതക്ക ഒരു പാവപ്പെട്ട സാധാരണ വ്യക്തിക്ക് കൊടുക്കുന്ന സ്വതക്ക എന്ന് പറയുന്നത് അതൊരു സാധാരണ ഒരു ചാരിറ്റിയാണ്. എന്നാൽ ഒരു ബന്ധുവിന് കൊടുക്കുന്ന സ്വതക്ക അല്ലെ, അടുത്ത ക്ലോസ് റിലേറ്റീവിന് കൊടുക്കുന്ന സ്വതക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വതക്കയാണ്, സിലയുമാണ്. അതായത് ബന്ധം ചേർക്കലും കൂടെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ കുടുംബ ബന്ധം ചേർക്കുന്ന പ്രതിഫലമുണ്ട്, ചാരിറ്റീന്റെ പ്രതിഫലവും ഉണ്ട്. നമുക്ക് ആർക്കും അറിയാത്ത ഒരാൾക്ക് കൊടുക്കുക, അതിന് പകരം അല്ലെ നമ്മുടെ സഹോദരൻ, സഹോദരി, അവരുടെ മക്കള്, നമ്മുടെ കസിൻസ്, അമ്മായി, അളാപ്പ, മൂത്താപ്പ, ഉമ്മ വഴിയുള്ള 2 or 3 ജനറേഷനിലെ 4 ജനറേഷൻ വരെ നമുക്ക് പറഞ്ഞു സിലത്തുൽ അർഹാമാണെന്ന്. അതേപോലെ വാപ്പ വഴിയുള്ള ഏതെങ്കിലും ഒരു ബന്ധുവിന് അത് നമുക്ക് കൂടുതൽ പ്രതിഫലം കിട്ടും. കാരണം സിലത്തുർ റഹ്മ കണക്ട് ചെയ്യുന്നതിൽ പെട്ടതുകൊണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അറിയാത്ത ഒരാൾക്ക് കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം അറിയാത്ത ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പൈസ ആയിട്ടല്ല, ഇപ്പൊ ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുമ്പം അവര് ഇതാണിപ്പോ നീ തന്നത് അല്ലെ, ആ ഒരു ചോദ്യം നമുക്ക് കിട്ടൂല. സുബ്ഹാനല്ലാഹ്. അവരുടെ അടുത്ത് നിന്നുള്ള ക്രിറ്റിസിസം നമുക്കല്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തതിന്റെ പേരിൽ വേറൊരാളോട് പറഞ്ഞിട്ട് ഓളിക്ക അതിന് അന്ന സാധന തന്നത്, എന്തൊരു മോശല്ലേ, അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും നമ്മൾ ഒരു പക്ഷെ അറിയാത്ത ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാവില്ല അല്ലെ? അവര് വേറൊരാളോട് പറഞ്ഞ്, ഇനി അഥവാ വേറൊരാളോട് പറഞ്ഞാലും നമ്മളും അവരും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ, അപ്പൊ അതൊരു പ്രശ്നമില്ല. പക്ഷെ അറിയുന്ന ആളുകൾക്ക് കൊടുക്കാനും
ഇത്തിരി പ്രയാസം തന്നെയാണ്. പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, പലപ്പോഴും നമുക്ക് നമ്മളുടെ ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കൊളുത്തല്, ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കൊടുക്കാൻ വേറെയും ഒരു പ്രയാസം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്നാൽ ഓൾ അങ്ങനെ ചെയ്തതാണ്, ഓൾ അപ്പൊ അത് പറഞ്ഞതാണ്, ഓൾ അന്ന് അതിന് ഞാൻ വിളിച്ചിട്ട് വരാത്തതാണ്, അല്ലെ? അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബന്ധുക്കൾക്ക് കൊടുക്കാൻ കുറച്ചും കൂടെ ഒരു പ്രയാസം തന്നെയാണ്. കുറച്ച് പ്രയാസം തന്നെയാണ്. അറിയാത്ത ആളുകൾക്ക് കൊടുക്കാനാണ് എളുപ്പം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നീ അവർക്ക് കൊടുക്കുക. ചിലപ്പോൾ ചോദിക്കും, ഇതേ എനിക്ക് കിട്ടിയുള്ളൂ, അല്ലെ? ചിലപ്പോൾ നമ്മളടുത്ത് തമാശയായിട്ട് ചോദിക്കായിരിക്കും, ഇതാ ഇപ്പൊ നീ വാങ്ങിയത്, തമാശയായിട്ട് ചോദിച്ചാൽ പോലും നമുക്കത് വിഷമാവാറുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ ബന്ധുക്കളുടെ ഇടയിൽ ഒരു തരം കോമ്പറ്റീഷൻ ഉണ്ട്. അത് പല സ്ഥലങ്ങളിലും ഉള്ള കാര്യം തന്നെയാണ്. അതായത് എന്നെക്കാളും കൂടുതൽ അവർക്ക് പാടില്ല, അല്ലെ? എനിക്കുള്ളതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ളത്, ബെറ്റർ ആയിട്ടുള്ളത് അവർക്ക് പാടില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ പോലും സുബ്ഹാനല്ലാഹ്, നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ക്വാളിറ്റിയുള്ള സാധനമൊന്നും നമ്മൾ വാങ്ങി കൊടുക്കൊന്നുമില്ല. മനുഷ്യന്മാർ അങ്ങനെയാണ്, അല്ലെ? കാരണം അതിന് വലുതൊന്നും ഒരു ഉപയോഗിക്കേണ്ട, ഓരോ ആ ഒരു ലെവലിൽ അങ്ങോട്ട് നിന്നാ മതി, അല്ലെ? സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ചില സമയത്ത് നമ്മൾ കൊടുത്ത എന്തെങ്കിലും ഒരു സാധനം അവർ ഉപയോഗിക്കാതെ അവർ ചിലപ്പോൾ അത് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അവർ ഉപയോഗിച്ച് കണ്ട ഓർക്കല്ലെങ്കിലും കൊടുത്താൽ ഒരു വില ഉണ്ടാവില്ല, ഞാനിനി ഓർക്കൊന്നും കൊടുക്കൂല. അങ്ങനെയൊക്കെ, അല്ലെ? ഇതൊക്കെ നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഇതൊക്കെ നമ്മളുടെയൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ലെങ്കിൽ പോലും, അല്ലെ? ആ ഒരു ഫീലിങ്സ് ഒക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധുക്കളുടെ ഇടയിൽ ഉണ്ട്. അതുകൊണ്ട് ബന്ധുക്കൾക്ക് കൊടുക്കാൻ ഭയങ്കര പ്രയാസ, ബന്ധുക്കളെ തൃപ്തിപ്പെടുത്താൻ ഭയങ്കര പ്രയാസ. മാത്രമല്ല ബന്ധുക്കൾക്ക് നമ്മളെ മേലെ ചില എക്സ്പെക്ടേഷനും ഉണ്ടാവും, അല്ലെ? അവര് ഇപ്പം എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ, ഓള് എനിക്ക് ഇത് കൊണ്ടുവരുമായിരിക്കും, പോയി നോക്കട്ടെ, അവിടെ എന്തെങ്കിലും കിട്ടുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ പറയൂല, അല്ലെ? കൊണ്ടുവരുമായിരിക്കും. അല്ലെങ്കിൽ അവരെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് ഇന്നത് കൊണ്ടുവരായിരിക്കും. അല്ലെ അവരെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ഗ്രാജുവേഷനോ ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് അവരിത് കൊടുക്കുമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നില്ല, ആ രീതിയിൽ നമ്മളടുത്ത് സഹകരിക്കായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഓളത് ചെയ്തിട്ടില്ല, അല്ലെ? ഒന്നും ചെയ്തിട്ടില്ല, ഇനിയിപ്പോ ഞാനായിട്ട് വിളിക്കാനും കൊടുക്കാനൊന്നും പോയില്ല, അന്നിപ്പോ ഞാൻ നടത്തിയിട്ട് ഓരോന്നും തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്നും കൊടുക്കാൻ പോണില്ല, അല്ലെ? ഇതൊക്കെ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് നമ്മളുടെ ഒക്കെ ഇടയിൽ വരുന്ന സംസാരങ്ങളാണ്. അപ്പൊ അള്ളാഹ് പറയാണ്, അത് നമ്മള് ഇനി ഓളുമായിട്ട് യാതൊരു കണക്ഷൻ വേണ്ട, അല്ലെങ്കിൽ ഓളെ ഞാൻ എന്റെ ഫംഗ്ഷന് വിളിക്കൂല, അല്ലെങ്കിൽ ഓക്ക് ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞ ആളുടെ അടുത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? അൽ ബിർ, അല്ലെ? ബിറുള്ളവർ അല്ലെങ്കിൽ പുണ്യന്മാരെന്ന് പറയുന്നത് ആരാണ്? ആത്തൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കുന്നവരാണ്. അവരെ നന്ന് എന്റെ ഉമ്മനോട് അങ്ങനെ പറഞ്ഞു കളഞ്ഞിട്ടുണ്ട്, അതെനിക്ക് സഹിക്കാൻ പറ്റൂല, ഇനി ഓരോ മുഖത്തേക്ക് ഞാൻ നോക്കുക പോലും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു വെച്ചവരുടെ അടുത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ അവർക്ക് കൊടുക്കുക. അപ്പൊ നമ്മൾ കൂടുതൽ ത്യാഗം ചെയ്യണം, അല്ലെ? ത്യാഗം ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രതിഫലം ഉണ്ടാവുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ പുണ്യവാന്മാരിൽ പെടുന്നത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒന്നോ രണ്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടോ ഞാൻ ഭയങ്കര സംഭവം വിചാരിക്കുന്നതല്ല ദീനെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. തുടർന്ന് വല്യതേമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അനാഥകൾ, അല്ലെ? അല്യതേമ എന്ന് പറയുന്നത് യതീമിന്റെ പ്ലൂരലാണ്, യമീം. യതീം, യുത്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിറോത്ത് എന്നാണ് അർത്ഥം. അതായത് ആരെങ്കിലും ഒറ്റയ്ക്കാവുക എന്നുള്ളതാണ് യുത്ം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പം യതീം എങ്ങനെയാണ് ഒറ്റയ്ക്കാവുന്നത്? യതീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉപ്പ മരിച്ചുപോയ ഒരു കുട്ടി, അല്ലെ? അതിന്റെ ഉപ്പ, ആ കുട്ടി പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് മരിച്ചുപോയ ഒരു കുട്ടീനെയാണ് യതീം എന്ന് പറയുന്നത്. കാരണം ഒരു ഫാദർ ഫിഗർ അവനില്ല, അല്ലെ? അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്, അവന്റെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി, അവനെ പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി, അവന് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ, അല്ലെ? ഒരു വാപ്പ കൊണ്ട് നടക്കുന്നത് പോലെ അവന് എന്താണ് ആ ഒരു ഫാദർ ഫിഗർ അവന് സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇല്ല. ചില സമയത്ത് ഉപ്പ ഇല്ലെങ്കിലും കാരണവന്മാരുണ്ടാവും, അല്ലെ? അമ്മാവന്മാരുണ്ടാവും, അല്ലെങ്കിൽ മൂത്ത സഹോദരന്മാരുണ്ടാവും, സുബ്ഹാനല്ലാഹ്. പക്ഷെ അവർക്കൊന്നും ഒരു ഉപ്പനെ റീപ്ലേസ് ചെയ്യാൻ പറ്റൂല. പക്ഷെ ഒരു കുട്ടി പ്രായപൂർത്തി എത്തിയതിന് ശേഷമാണ് ഉപ്പ മരിക്കുന്നതെങ്കിൽ ഈ കുട്ടീനെ എന്താണ് യതീമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അത് ടെക്നിക്കലി നിയമപ്രകാരം യതീമല്ല എന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ അർത്ഥം ഒരു കുട്ടിക്ക് 17 വയസ്സായ സമയത്ത് ഉപ്പ മരിച്ചുപോയാൽ അതിനോട് സ്നേഹം കാണിക്കേണ്ട, കമ്പാഷൻ കാണിക്കേണ്ട, അതിന്റെ കാര്യം കെയർ ചെയ്യേണ്ട എന്നല്ല കേട്ടോ. യതീം എന്നുള്ള ഡെഫിനിഷനിൽ പെടുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ യതീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായപൂർത്തി എത്താത്ത ഉപ്പ മരിച്ചുപോയ ഒരു കുട്ടിയാണ് യതീം എന്ന് പറയുന്നത്. അപ്പം വല്യതേമ അവരുടെ കാര്യങ്ങളും
ടേക്ക് കെയർ ചെയ്യല്, അവർക്ക് വേണ്ടി ചെലവഴിക്കല്. സുബ്ഹാനല്ലാഹ്. ഇന്നിപ്പോ കുറെ ഇസ്ലാമിക് ഓർഗനൈസേഷൻസ് ഉണ്ട് അല്ലെ, നമുക്ക് സുബ്ഹാനല്ലാഹ് അവരുടെ അടുത്ത് അന്വേഷിച്ച് ഒരു യതീമായ കുട്ടീനെ സ്പോൺസർ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ പറ്റും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് കണക്കില്ലാത്ത പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. ചിലപ്പോൾ നമ്മളുടെ ഡേ ടു ഡേ എക്സ്പെൻസിൽ എന്തെങ്കിലും ഒരു കാര്യം അല്ലെ, നമ്മൾ ഇച്ചിരി ലാവിഷായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും നമ്മൾ വീട്ടിൽ നടക്കുന്ന ഒരു വലിയൊരു ഫംഗ്ഷന്റെ ഏതെങ്കിലും ഒരു എക്സ്ട്രാ വാഗൻസ്, എന്തെങ്കിലും ഒരു ചായ കൗണ്ടർ ഇടുന്ന പൈസ എങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു യതീമിനെ സ്പോൺസർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കാണെങ്കിൽ ഇന്ന് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അങ്ങനെ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അവരുടെ കാര്യങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ബിർറെന്ന് പറയുന്നത് യതീമിന് വേണ്ടി സ്പെൻഡ് ചെയ്യൽ കൂടിയാണ്. അപ്പൊ നമുക്ക് അതിനകത്ത് പുണ്യവാന്മാരിൽ പെടണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഓപ്ഷൻസ് നമ്മൾ അന്വേഷിക്കുക, കണ്ടുപിടിക്കുക, ചെയ്യുക. സുബ്ഹാനല്ലാഹ്. ഇനി ഇതിനൊന്നും പൈസ ഒന്നും കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ പഠിച്ചോനെ എന്നെ കൊണ്ട് പറ്റൂലല്ലോ എന്ന് വിചാരിക്കേണ്ട. എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നിങ്ങൾക്ക് നൽകിയതിൽ നിന്നാണ് ചെലവഴിക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളടുത്ത് പൈസ ആയിട്ട് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു യതീം കുട്ടി ഉണ്ടെങ്കിൽ അല്ലേ, നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ആ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അതും സുബ്ഹാനല്ലാഹ് അതും ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടും. ഇനി യതീമിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും സുബ്ഹാനല്ലാഹ് ഇപ്പൊ ഒരു വീട്ടിൽ ഒരു കുടുംബത്തിൽ താമസിക്കുന്ന ഒരു യതീമാണെങ്കിലും ഒരു ഓർഫനേജിലുള്ള യതീമാണെങ്കിലും സുബ്ഹാനല്ലാഹ് അവരുടെ ആവശ്യങ്ങളൊക്കെ പലപ്പോഴും ഇതുപോലെ പലരും കൊടുത്തിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടാവും, അവർക്ക് വസ്ത്രം കിട്ടുന്നുണ്ടാവും, ചിലപ്പോൾ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടാവും. കിട്ടാത്തവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മൾ ചെയ്യണം. പക്ഷെ കിട്ടുന്നവരുടെ കാര്യത്തിലേക്ക് വരാം, അതൊക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷെ അവർക്ക് കിട്ടാതെ ചിലതുണ്ടാവും അല്ലെ. അവർക്ക് കിട്ടാത്ത ഒരു തലോടല്, കെയർ അല്ലെ, അവരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, സുബ്ഹാനല്ലാഹ്, ആരെങ്കിലും അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കുക എന്നുള്ളത്. ഇപ്പം ഒരു ഓർഫനേജ് വിസിറ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവർക്ക് ഒരുപാട് സാധനങ്ങളും ഒക്കെ കൊണ്ട് കൊടുക്കുമായിരിക്കും. പക്ഷേ നമ്മൾ ആ കൊടുക്കുന്ന സാധനങ്ങളെക്കാളും അവര് കൂടുതൽ തൃപ്തിപ്പെടുന്നത് അല്ലെ, അവർക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത ടൈം ആയിരിക്കും അല്ലെ. ഓ, നമ്മളോട് സംസാരിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, നമ്മളുടെ കൂടെ കളിക്കാനും ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. നമുക്ക് അതിന്റെ വാല്യൂ അറിയില്ല, കാരണം നമ്മളെ മക്കൾക്കൊന്നും അങ്ങനെയുള്ള ഒരു പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം അതുപോലെ അവർക്ക് കൊടുക്കുന്ന സമയം പോലും സുബ്ഹാനല്ലാഹ് അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് ഇപ്പൊ ഓർഫനേജിലൊക്കെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് പുറം ലോകമൊന്നും കാണുന്നില്ല അല്ലെ. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കെ, നമുക്ക് ഒരു സോഷ്യൽ ലൈഫ് ഇല്ല, ഒരു കല്യാണത്തിനോ ഒരു സൽക്കാരത്തിനോ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഒരു ഖുർആൻ മീറ്റപ്പിനോ പോകാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. നമുക്ക് ബന്ധുക്കളില്ല, വേറൊരു നാട്ടിൽ നമ്മൾ പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു മാളിൽ പോലും പോകാനും ഒരു സന്തോഷം. അപ്പം കോവിഡിന്റെ സമയം തന്നെ ആലോചിച്ചാൽ മതി അല്ലേ. എല്ലാവരും വീട്ടിനകത്ത് ഇരുന്നിട്ട് ശരിക്കും മാനസികമായിട്ടുള്ള പ്രയാസത്തിലായി പോയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ കുട്ടികളുടെ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്, അവർക്ക് പുറത്ത് പോകാനൊരു സാഹചര്യമില്ല, പുറത്തുള്ള മനുഷ്യന്മാരെ കാണാനൊരു സാഹചര്യമില്ല, എക്സ്പോഷർ ഇല്ല. പക്ഷെ നമുക്കൊന്നും നമ്മുടെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ അതൊന്നും ചിന്തിക്കാനോ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനോ ഒന്നും പറ്റാറുമില്ല അല്ലെ, ഒരിക്കലും പറ്റാറില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയണേ, നിങ്ങൾക്ക് പുണ്യവാന്മാരിൽ പെടണമെങ്കിൽ ഇതും ചെയ്തു. അപ്പൊ നമ്മളൊക്കെയും ഞാനും നിങ്ങളും ബോധപൂർവം ഇതിനൊക്കെ സമയവും പണവും സാഹചര്യങ്ങളും ഒക്കെ കണ്ടെത്തി ചെയ്തേ മതിയാവും. നമ്മൾ ഈ ദീനിന്റെ വക്താക്കളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തി ആവശ്യമുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ അറിയുമ്പോൾ ഇതിന്റെ സീരിയോസിറ്റി, ഇതിന്റെ പ്രാധാന്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യണം. കാരണം നമുക്കറിയാം അല്ലെ, അമലാക്കാത്ത ഇൽമ് ഒരു പ്രയോജനം ഇല്ലാത്ത ഇൽമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ദീനിലെ ഓരോ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കാലിറ്റിയിലേക്ക് കൊണ്ടുവരാനാണ്. അപ്പം ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ, അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇടക്ക് എപ്പോഴെങ്കിലും ഒരു 3-4 പേര് കൂടി ഒരു ഓർഫനേജ് വിസിറ്റ് നടത്തുക. അവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ ഒരുപാട് പൈസയും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഇനി നമ്മൾ തന്നെ കുടുംബങ്ങളിലുണ്ടാവും സുബ്ഹാനല്ലാഹ് അല്ലെ, ഒപ്പമില്ലാത്ത മക്കൾ, അവരെ പുറത്തു കൊണ്ടുപോകാനും അവരുടെ കാര്യങ്ങൾ നടത്താനും ഒന്നും സഹോദരങ്ങളോ മറ്റാരും ഇല്ലാത്ത കുട്ടികളോ ഒക്കെ ഉണ്ടാവും. അപ്പം അവർക്ക് നിങ്ങൾ പൈസ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ, അവരെ സ്പോൺസർ ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അല്ലെ, നമ്മളെ മക്കൾക്ക് കൊടുക്കുന്ന കുറച്ച് സമയം ഉണ്ടല്ലോ, അതുപോലെ കുറച്ച് സമയം അവർക്ക് കൊടുക്കുക. നമ്മളൊക്കെ ചെയ്തേ മതിയോ. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ സുബ്ഹാനല്ലാഹ് പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് അല്ലെ, എനിക്ക് ദീനിൽ അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ചിലർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര ഈസി ആയിരിക്കും. 2-3 ആൾ കൂടി എവിടെയെങ്കിലും ഒന്ന് പോയി ആളുകളൊക്കെ കുറച്ച് കുട്ടികളൊക്കെ കണ്ട് അവരുടെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ച് അവർക്ക് ഒരു മിഠായി കൊടുത്താലും അതും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ. അപ്പം അത് എവിടെയാണ്, യതീമുകൾക്ക് വേണ്ടിയിട്ടും ചെലവഴിക്കുക. ഇനി ചില കുട്ടികളുണ്ടാവും, അവരുടെ ഫാദർ ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടാവും, ചിലപ്പം ഉപ്പ എന്തെങ്കിലും കാരണത്താൽ അത്
ഇനി ഫുൾ കിടപ്പ് രോഗി ആയതിനാലോ ഇനി അതല്ലെങ്കിൽ കുട്ടീനെ ഉപേക്ഷിച്ചു പോയതോ ഒക്കെ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയതോ ആയ വാപ്പമാരുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള കുട്ടികളെ യതീമാക്കി ടെക്നിക്കലി കൺസിഡർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അവർക്കും ഈ പറഞ്ഞ പോലെ സുബ്ഹാനല്ലാഹ് അവരുടെ ഒരു ഫാദർലി ആവശ്യങ്ങൾ അല്ലെ, വാപ്പ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ചിലപ്പം ആരും ഉണ്ടാവില്ല. ഫാദർ ഫിഗർ അവരുടെ ജീവിതത്തിൽ ഇല്ല അല്ലെ. അവർക്കും ഒരു വാപ്പയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും സഹകരണവും എന്താണ് ഒക്കെ കിട്ടേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം എപ്പോഴെങ്കിലും ഒരിക്കലും അല്ലെ അങ്ങനെയുള്ള മക്കള് നമ്മളുടെ കുടുംബങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ പോവുക, അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക അല്ലെ. നമുക്കറിയാം നമ്മളെ മക്കള് അവരുടെ വാപ്പമാര് വരുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു ചോക്ലേറ്റ്, ചിലപ്പം ഒരു 5 രൂപന്റെ 10 രൂപന്റെ ചോക്ലേറ്റ് ആയിരിക്കും, പക്ഷെ അതിനു വേണ്ടി അവർ എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നു. അത് സുബ്ഹാനല്ലാഹ് ചെറിയ പൈസന്റെ കാര്യം, പക്ഷെ അത് ഉപ്പാന്റെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം. അപ്പം വാപ്പ ഇല്ലാത്ത മക്കൾക്ക് വാപ്പയ്ക്ക് പകരം ആരും ആവില്ല, പക്ഷെ ആർക്കും ആവാൻ പറ്റില്ല. പക്ഷെ ആ ഒരു കാര്യം ചിലപ്പം ആ കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടാവും. അവർക്ക് ചിലപ്പം അല്ലെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഉണ്ടാവും, അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് തൃപ്തിയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാവും. അതൊക്കെ കണ്ടറിഞ്ഞ് ആ കുട്ടികളുമായിട്ട് അടുത്തിടപഴകി അവർക്ക് എന്ത് സന്തോഷം കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്. അതൊക്കെ വേറെ തന്നെ ഒരു എന്താ പറയാ, വേറെ തന്നെ ഫീലിംഗ് ഉള്ള ഒരു കാര്യം, കൊടുക്കുന്ന നമ്മൾക്കാണെങ്കിലും കിട്ടുന്ന അവർക്കാണെങ്കിലും. ചിലപ്പോൾ വളരെ ചെറുതായിരിക്കാം, അതൊരു പൈസ വൈസ് നമ്മൾ കണക്കാക്കുമ്പോൾ വലിയ സംഭവം ഒന്നും ആയിരിക്കില്ല, പക്ഷെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നത്, അത് ഭയങ്കരമായിരിക്കും. അതിനു വേണ്ടി ഇപ്പൊ അവർക്കൊരു ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രത്യേക ഒരു ഒക്കേഷന് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ അങ്ങ് പോകുമ്പോൾ അപ്പൊ ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയപ്പോൾ പറയണ്ടായിരുന്നു, അവിടെയുള്ള ഒരു മോള്, അത് വാപ്പില്ലാത്ത മോളൊന്നും അല്ല, എന്നാലും ആ കുട്ടീനെ കുറിച്ച് പറയാം. അവര് ആ കുട്ടി ആരെങ്കിലും വരുമ്പം വരുന്നവരെ കയ്യിൽ എന്താന്ന് ആദ്യം നോക്കാന്ന്. ശരിക്കും കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ അവരെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം അല്ലെ. ഇന്നത്തെ കാലത്ത് സത്യം പറയുകയാണെങ്കിൽ കുട്ടികൾക്കെല്ലാം കിട്ടി ആവശ്യത്തിൽ അധികമായിട്ട് ഒന്നിനോടും താല്പര്യം ഇല്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എന്നാൽ പോലും കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കിട്ടുമ്പം അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ കുഞ്ഞു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് അല്ലെ. അപ്പം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ വൽ മിസ്കീൻ, വൽ മിസ്കീൻ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അഗതികളാണ്. മിസ്കീൻ എന്ന് പറയുന്നത് വൽ മസാക്കീൻ, സോറി വൽ മസാക്കീൻ, മിസ്കീനിന്റെ പ്ലൂറലാണ് മസാക്കീൻ, സീൻ കാഫ് നൂൻ. മിസ്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആവശ്യക്കാരൻ. നമുക്കറിയാം സുക്കൂൻ, സക്കന നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ, റൂട്ട് ലെറ്റേഴ്സ് വെച്ചിട്ട്. സുക്കൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നിർത്തലാണ് അല്ലെ, ഒരു പോസ് ചെയ്യലാണ് സുക്കൂൻ. അപ്പം സക്കന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റില്ലായി പോവുക. ഒരു മിസ്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ദാരിദ്ര്യം കൊണ്ട് അല്ലെങ്കിൽ അവന് ആവശ്യങ്ങൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവന്റെ ജീവിതം ഒരു സ്റ്റിൽ അവസ്ഥയിൽ നിന്നു പോകുന്ന ഒരവസ്ഥയിലാവുന്ന വ്യക്തിക്കാണ് മിസ്കീൻ എന്ന് പറയുന്നത്. പക്ഷെ മിസ്കീൻ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രീംലി പുവർ അല്ല. അതായത് എന്താണ്, ഒരു കഷ്ണം ബ്രെഡിന് പോലും വകുപ്പില്ലാത്ത ആളല്ല. പക്ഷെ അവന് ചില ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് അവന്റെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് പറ്റാത്ത, അത് അവന്റെ കൈകൾ കെട്ടിയിട്ട പോലെ കാലുകൾ കെട്ടിയിടപ്പെട്ട പോലെ മുൻപോട്ട് നീങ്ങാൻ പറ്റാണ്ട് സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ആളുകൾക്കാണ് മിസ്കീൻ എന്ന് പറയുന്നത്. നമുക്കറിയാം സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്ന റിപ്പോർട്ടുകളുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുന്നത്, ഒരു മിസ്കീൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കഷ്ണം ബ്രെഡോ അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴോ കൊടുത്തിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു വരുന്ന ഒരാളല്ല. അവന്റെ ആവശ്യങ്ങൾക്ക് ഇല്ലാത്ത രീതിയിൽ ദാരിദ്ര്യം ഉണ്ടായിട്ട് പോലും അവൻ ആവശ്യപ്പെടൂല, അവൻ യാചിക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. എനിക്ക് എന്തെങ്കിലും തരുമോ, എനിക്ക് ഇങ്ങനെ പ്രയാസമുണ്ട്, അങ്ങനെ ചോദിക്കുന്ന ആളല്ല മിസ്കീൻ. പക്ഷെ അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവന്റെ കയ്യിൽ ഇല്ല താനും. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരാൾ പറയാം, ഓ എനിക്കൊരു ഐഫോൺ വേണം, എന്റെ കയ്യിൽ അത് വാങ്ങാൻ പൈസ ഇല്ല, അത് മിസ്കീനാണോ? അല്ല. അവിടെ ആവശ്യവും, അതായത് നമ്മളെ നീഡ് എന്ന് പറയുന്ന ഒരു സംഭവം, നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യവും നമ്മുടെ ഇച്ഛകളും അത് തമ്മിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചാലേ നമുക്ക് എന്താ മിസ്കീൻ എന്ന് മനസ്സിലാവുള്ളൂ. ഒരാളുടെ ആവശ്യവും ഇച്ഛയും വേറെയാണ്. അപ്പം ആവശ്യം നിറവേറാനുള്ളത് ഇല്ലാത്ത ആള്, എന്നാ ഒരു യാചകനെ പോലെ എൻ്റെ കയ്യിലൊന്നും ഇല്ല, എനിക്ക് എന്തെങ്കിലും തരുമോന്ന് ചോദിച്ചു വരാത്ത ഒരാള്, അതാണ് മിസ്കീൻ. സത്യം പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് അറിയാൻ പറ്റൂല അല്ലെ, മിസ്കീനാണോ അല്ലെങ്കിൽ ലാവിഷാണോ എന്നൊക്കെയുള്ള. കാരണം അങ്ങനെയാണ് ചിലരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, അവർക്ക് ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ അവർ ആ പൈസ കൊണ്ട് ഇങ്ങനെയാ ജീവിക്കുന്നത്, അവർ അങ്ങനെയാ ജീവിക്കുന്നത്, അപ്പൊ അവർക്ക് കൊടുക്കണോ എന്നൊക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം സുബ്ഹാനല്ലാഹ് ഇന്ന് നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെ. എന്നാലും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു കുടുംബം, ഓക്കെ, ഒരു വാപ്പക്ക് ഒരു സാധാരണ ഒരു ജോലിയുണ്ട്, ഒരു ഡെയിലി വേജസിന് എന്തെങ്കിലും പോയി വരുന്ന രീതിയിൽ
ജീവിതത്തിലെ ചെലവുകളൊക്കെ മെല്ലെ കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നു പോകുന്നുണ്ട്. വാപ്പ ഉമ്മ മക്കള് അവരുടെ ഒരു വാപ്പയോ ഉമ്മയോ കൂടെ ഉണ്ടെന്ന് വെക്കാം. ഈ പാരന്റ്സിന് ആർക്കെങ്കിലും ഒരു അസുഖം വന്നു, സ്ഥിരമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഒരു അസുഖമാണ്, അവരുടെ ആ ഒരു ബാലൻസ് തെറ്റിയില്ലേ, അവർക്ക് റെന്റ് കൊടുക്കണം, മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകളുണ്ട്, ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിങ്ങനെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിന്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അസുഖം വന്നു, ആ അസുഖത്തിന് ചെലവഴിക്കാതെ രക്ഷയില്ലല്ലോ അല്ലെ. അപ്പം അവർക്ക് എന്തായി, ഫുൾ ടൈറ്റായി, അവർ കാര്യങ്ങൾ അവിടെ എത്തുന്നില്ല ഇവിടെ എത്തുന്നില്ല അല്ലെ. അപ്പം അങ്ങനെയുള്ള മിസ്കീനുകൾ നമ്മുടെ ചുറ്റുപാടും ഇഷ്ടം പോലെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അവരെ നമ്മൾ തിരിച്ചറിയണം. അവര് വന്ന് ചോദിക്കട്ടെ എന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ല. കാരണം മിസ്കീൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അവർ ചോദിക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്, അവർക്ക് ഈ പറഞ്ഞ പോലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ചെലവിനുള്ളതുള്ളൂ. നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയായിരിക്കും അവർ റെന്റ് കൊടുക്കുന്നത് അല്ലെ, എങ്ങനെയായിരിക്കും അവർ സ്കൂളിലെ ഫീസ് കൊടുക്കുന്നത്, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതിന് രോഗത്തിന് ചികിത്സിക്കുന്നത്. അപ്പം ആലോചിക്കാം. ഇനി നമ്മളെയൊക്കെ പോലെ സുബ്ഹാനല്ലാഹ് ഈ അവരുടെ ബേസിക് ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടുള്ളതൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല അല്ലെ. എല്ലാ മാസവും 2 ഡ്രസ്സ് എടുക്കലും സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ ഇപ്പം ഒരു പെരുന്നാൾ വരുമ്പോ പോലും അവർക്ക് വസ്ത്രം വാങ്ങാൻ വേണ്ടി എവിടുന്നാ പൈസ എന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും ശരിക്കും അവരുടെ കയ്യിൽ അതിനില്ല അല്ലെ. അപ്പൊ നമ്മൾ ചിന്തിച്ചിട്ട് പ്രൊആക്റ്റീവായിട്ട് അതിനു വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അങ്ങനെയുള്ള ആളുകളെ കണ്ടറിഞ്ഞ് അവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ അർത്ഥം ഓരോരുത്തർ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, നിങ്ങളെ ഞാൻ സഹായിക്കണോ, കാരണം മിസ്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല, അവർക്ക് ചോദിക്കാനും പറയാനും ഭയങ്കര മടിയാണ്, അവരെത്ര പ്രയാസം ഉണ്ടെങ്കിലും മിണ്ടൂല അല്ലെ. അപ്പൊ അവരെ അങ്ങനെ ചോദിച്ച് അവരെ വിഷമിപ്പിക്കേണ്ട, കോമൺ സെൻസ് ഉപയോഗിച്ച് അവരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് ചെലവഴിക്കാൻ നോക്കാം. പിന്നെ ഇന്നത്തെ കാലത്ത് ഒരുപാട്, പ്രത്യേകിച്ച് നമ്മളുടെ ഗൂഗിൾ പേ ഉണ്ട് അല്ലെ, നമുക്ക് അതങ്ങ് ചെയ്തിട്ട് അവരെ ആവശ്യങ്ങൾ അങ്ങ് നടന്നോട്ടെ. അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അവർക്ക് ഒരുപാട് സഹായമായിരിക്കും, ഒരുപാട് സന്തോഷമായിരിക്കും അല്ലെ. അപ്പം നമ്മളൊരു പക്ഷെ നമ്മളുടെ പല കാര്യങ്ങളൊന്നും കട്ട് ചെയ്യേണ്ടി വരും, ഇതുപോലെ നമ്മളൊരു മിസ്കിനെ കണ്ടറിഞ്ഞ് അവർക്ക് കൊടുക്കണമെങ്കിൽ അല്ലെ. അപ്പം നമ്മളെ കാര്യങ്ങൾ ഒന്ന് ആദ്യമേ കണക്കാക്കി ഒന്ന് കൺട്രോൾ ചെയ്ത് ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം വൽ മസാക്കീൻ, അഗതികൾ. പിന്നെ എന്താണ് പറഞ്ഞത്, വബ്ന സബീൽ, വഴിപോക്കൻ. വബ്ന സബീൽ, ഈ ഒരു വാക്ക് നോക്കിയേ, ഇബിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മകനാണ് അല്ലെ, സണ്ണാണ്. അസബീൽ എന്ന് പറഞ്ഞാല് വഴി അല്ലെ. അപ്പൊ വഴിയുടെ മകനോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതായത് അറബി ഭാഷയില് ഒരാള് ഒരു കാര്യം ഒരുപാട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ആളെ അതിന്റെ പേര് ചേർത്തിട്ട് അബു അല്ലെങ്കിൽ ഇബ്ന് എന്ന് പറയാറുണ്ട്. ഇന്നതിന്റെ വാപ്പ, ഇന്നതിന്റെ മകൻ എന്നൊക്കെ. ഇപ്പം അതിനൊരു ഉദാഹരണമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ എന്താ, ഹിർ എന്ന് പറഞ്ഞാല് പൂച്ച, പൂച്ചക്കുട്ടികൾ. അപ്പം അബൂ ഹുറൈറ എന്ന് പറഞ്ഞാല് പൂച്ചക്കുട്ടികളുടെ വാപ്പ എന്നാണ്. സുബ്ഹാനല്ലാഹ്, കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പൂച്ചക്കുട്ടികൾ, എപ്പോഴും മൂപ്പരുടെ കൂടെ പൂച്ചക്കുട്ടികൾ ഉണ്ടാവുമായിരുന്നു. അപ്പം അങ്ങനെയാണ് ആ പേര് വന്നത്. അപ്പം അതുപോലെ എന്തെങ്കിലും ഒരാള് ഒരു കാര്യം ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വാപ്പ അല്ലെങ്കിൽ അതിന്റെ മോന് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പം ഒരാള് യാത്ര ചെയ്യുക, അയാൾ എപ്പോഴും റൂട്ടിലാണ്, എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ യാത്രയിലാണ്. അപ്പം അയാൾ എന്ത് വിളിക്കുന്നു, വബ്ന സബീൽ, യാത്രക്കാരൻ. അപ്പൊ യാത്രക്കാരന് വേണ്ടിയും ചെലവഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ യാത്രക്കാരൻ ഭയങ്കര റിച്ച് ആണെങ്കിലോ, അയാളുടെ കയ്യിൽ അത്യാവശ്യത്തിന് നല്ല പൈസയൊക്കെ ഉണ്ട്, അപ്പൊ അയാൾക്ക് ചെലവഴിക്കണോ നമ്മള്? അയാൾ യാത്രക്കാരനാണെങ്കിൽ അയാളുടെ മേലിൽ ചെലവഴിക്കാനാ പറഞ്ഞിട്ടുള്ളത്. കാരണം ചിലപ്പം ഈ യാത്രക്കാരൻ വീട്ടിൽ ഭയങ്കര കോടീശ്വരനായിരിക്കും, പക്ഷേ യാത്രയിലേക്ക് അയാൾ വരുമ്പം അല്ലേ സുബ്ഹാനല്ലാഹ്, അയാൾക്ക് ചിലപ്പോൾ ദാഹം ഉണ്ടാവും, അയാൾക്ക് കിടക്കാൻ ചിലപ്പം ഒരു രാത്രി കിടക്കാൻ ചിലപ്പോൾ ഒരു സൗകര്യം വേണ്ടി വരും, ചിലപ്പം രോഗം വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില ഹോട്ടലുകളിലൊക്കെ ബുക്ക് ചെയ്യാനും ഒക്കെ പൈസയുള്ള ആളായിരിക്കും, പക്ഷെ ദിവസങ്ങളോളം ഹോട്ടലുകളിൽ ബുക്ക് ചെയ്തിട്ട് ഒരു നേരം ഒരു വീട്ടിലെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലെ. കുറെ ദിവസമൊക്കെ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു ചൂടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പം അങ്ങനെ യാത്രക്കാരൻ നമ്മളുടെ നാട്ടിൽ, ഇപ്പൊ നമ്മളൊക്കെ പ്രത്യേകിച്ച് പുറത്തൊക്കെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളെ നാട്ടിൽ എത്തിപ്പെടുന്ന യാത്രക്കാരെ സുബ്ഹാനല്ലാഹ് അവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതും ബിർറില് പെട്ടതാണ്. പലപ്പോഴും നമുക്കില്ലേ, നമ്മളെ നാട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഷുഹാണ് അല്ലെ, എങ്ങനെയെങ്കിലും അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കും. പഠിച്ചോനെ
ഓരിങ്ങോട്ട് വന്നിട്ട് ഇനിയിപ്പോ അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഏറി മെനക്കേട് വേണമെന്നല്ലേ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമ്മൾക്ക് നമ്മളെ നാട്ടു നടപ്പിന്റെ ഒരു ചിന്ത കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ വരുന്നത്. ഒരു വന്നാൽ അത് അങ്ങനെ കൊടുക്കേണ്ടി വരും, ഇങ്ങനെ കൊടുക്കേണ്ടി വരും, അതാക്കേണ്ടി വരും, ഇതാക്കേണ്ടി വരും. എന്തിനാ അവര് നമ്മളെ സൽക്കാരം കഴിക്കാൻ വേണ്ടിയിട്ടല്ല അവര് വരുന്നത് അല്ലേ. അവര് ബേസിക് ആവശ്യങ്ങൾ നിറവേറിയാൽ മതി. അവർക്ക് കിടക്കാൻ ഒരു സ്ഥലം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഹലാലായ രീതിയിലാണ് ഞാൻ പറയുന്നത്, മോശപ്പെട്ട രീതിയിലല്ല. ഓക്കെ, കിടക്കാൻ ഒരു സ്ഥലം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവർക്ക് ഒരു നേരത്തെ നമ്മൾ കഴിക്കുന്ന ഒരു ചോറും കറിയും അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തിനാ നമ്മൾ ആ ശുഹ കാണിക്കുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്. അവര് വന്നോട്ടെ. അപ്പം യാത്രക്കാരന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനി ചിലപ്പോൾ യാത്രക്കാർ അവർ ഭയങ്കര റിച്ച് ഒക്കെ ആയിരിക്കും, പക്ഷെ യാത്രയിൽ അവരുടെ പൈസ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റോ അല്ലെങ്കിൽ ട്രെയിൻ നഷ്ടപ്പെട്ടു, പെട്ടെന്ന് അവർക്ക് ഒരു സൗകര്യം കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ എന്തെങ്കിലും കച്ചവടാർത്ഥത്തിൽ ഒരു കൂട്ടർ വന്നു, അവര് നമസ്കരിക്കാൻ പള്ളി അന്വേഷിക്കുന്നുണ്ട്, നമസ്കാരം കഴിഞ്ഞപ്പോൾ ഭക്ഷണം അന്വേഷിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെലവഴിക്കൽ സുബ്ഹാനല്ലാഹ് ബിർറിൽ പെട്ടതാണ്. ഇനി അവർക്ക് യാത്ര ചെയ്യാൻ ഒരു കാറ് വേണം, അവർക്ക് റെന്റ് ചെയ്യാൻ വേണ്ടി കാറ് കിട്ടുന്നില്ല, നമുക്ക് നമ്മുടെ കാറ് ഉപയോഗിച്ച് അവരെ യാത്ര കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ബിർറിൽ പെട്ടതാണ്. അപ്പം ഇബ്നു സബീൽ, നമ്മളെ വീട്ടിൽ വരുന്ന ഗസ്റ്റും എന്താണ്, പ്രത്യേകിച്ച് ദൂരയാത്രയിൽ നിന്നൊക്കെ വരുന്ന ഗസ്റ്റുകളും യാത്രക്കാരിൽ പെട്ടതാണ്. അപ്പം യാത്രക്കാർക്ക് വേണ്ടി ചെലവഴിക്കലും ബിർറിൽ പെട്ടതാണ്. അടുത്തത് വസ്സായിലീൻ, ചോദിക്കുന്നവർ. സായിലിന്റെ പ്ലൂരലാണ് സായിലീൻ. സുആൽ ചെയ്യുന്നവര്, ചോദിക്കുന്നവര്, അതായത് യാചിക്കുന്നവര്. ഓക്കെ, ഭക്ഷണം എന്താണെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിച്ച് വരുന്നവർക്ക് അവരുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കാം. നമുക്കറിയാം മിസ്കീൻ അവര് ചോദിക്കൂല അല്ലെ, അവർക്ക് എത്ര പ്രശ്നം ഉണ്ടെങ്കിലും അവർ ചോദിക്കൂല. പക്ഷെ സായിൽ അവര് ചോദിക്കും. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമുക്കില്ല, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വലിയ എടുങ്ങാറാ. ചോദിച്ചു വന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയില്ലേ, ഞാൻ കണ്ടറിഞ്ഞ് കൊടുത്തോളാം, ചോദിക്കുന്നവർക്ക് ഞാൻ കൊടുക്കൂല, ഒരു ബലാത്ത വെറുപ്പിക്കലാണ്, ഞാൻ കൊടുക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്ക് മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ് അത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഓരെന്തിനാ ഇങ്ങനെ ചോദിച്ച് നടക്കുന്നത്? അങ്ങനെ ചോദിക്കരുത് എന്നല്ലേ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബിർറെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള നന്മയല്ല, ഒരു തരത്തിലുള്ള ആളുകളെ സഹായിക്കലല്ല, നമുക്ക് തോന്നുന്ന ആൾക്കാരെ സഹായിക്കലല്ല. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആൾക്കാരെ സഹായിക്കലാണ്. അപ്പം അവര് ചോദിച്ചില്ലയോ അവരെ സഹായിക്കലാണ്. കാരണം വസ്സായിലീൻ, അവർക്കും വേണ്ടി നമ്മൾ ചെലവഴിക്കണം. ഒരാൾക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന് ലിസാൻ അൽ മഖാൽ, അതായത് അവന്റെ നാവ് ഉപയോഗിച്ച് വേർബലി, ഓക്കെ, എനിക്ക് ഇന്ന അവസ്ഥയുണ്ട്, ഭക്ഷണം കഴിക്കാനില്ല അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കാറിന് മുട്ടിയിട്ട്, ഇത് ഇപ്പോഴത്തെ പറ്റിക്കൽ പരിപാടികൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അത് കാലഘട്ടത്തിനനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് അതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. നമ്മളടുത്ത് എന്തെങ്കിലും എനിക്ക് ഭക്ഷണത്തിന് വകുപ്പില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് നേരിട്ട് നാവ് കൊണ്ട് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇനി ലിസാൻ അൽ ഹാൽ ഉണ്ട്, അതായത് അവരുടെ അവസ്ഥ കൊണ്ട്. ചിലപ്പം ചില സാഹചര്യങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ബ്രിഡ്ജുകളുടെ അടിയിൽ, ഇനി ചിലപ്പോൾ നമ്മളൊരു പള്ളിയിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയാലൊക്കെ ആളുകളെ കാണാം, അവരൊന്നും മിണ്ടുന്നൊന്നും ഉണ്ടാവില്ല, ഒരു മൂലയിൽ ചിലപ്പോൾ ഒരു അമ്മയും മക്കളും ആയിട്ട്, അല്ലെങ്കിൽ അല്ലെ കുറച്ച് ഒരു 2-3 ആൾക്കാർ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നുണ്ടാവും, അവർക്ക് വെള്ളത്തിന് പോലും വകുപ്പുണ്ടാവില്ല, ചോദിക്കുന്നും ഉണ്ടാവില്ല. അപ്പം അവരുടെ ഹാലെന്ന് പറയുന്നത്, ഹാലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം അത് അവരുടെ ഹാലും ഒരു തരത്തിലുള്ള ചോദ്യമാണ്. അതായത് അവർ നാവ് കൊണ്ട് ചോദിക്കുന്നില്ലെങ്കിലും അവരുടെ ഹാലിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം അവര് അത് അർഹിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ബിർറെന്ന് പറയുന്നത് ആർക്കൊക്കെ കൊടുക്കാന്ന് ഇവിടെ നല്ല വൃത്തിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി ചില സമയത്ത് ചില ആളുകൾ ചോദിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു വർത്താനുണ്ട്, ഓന് പൈസ കൊടുക്കാത്തതിന്റെ ഒരു കുറവുള്ളൂ അല്ലെ, എന്തൊക്കെ തോന്നിയാസാ ചെയ്യുന്ന. സുബ്ഹാനല്ലാഹ് അല്ലെ. ചിലപ്പം നമ്മൾ അവരെ ദീനിനെ അപ്പൊ അളന്ന് കളയും. ഓന് അങ്ങനെ ആ പള്ളിയിൽ പോയിട്ട് അങ്ങനെ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഓന് വെള്ളം അടിക്കുന്ന ആളാണ്, കള്ളു കുടിക്കുന്ന ആളാണ്, സിഗരറ്റ് വലിക്കുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ കൊടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. സൂറത്ത് ദുഹാല് 10-ാമത്തെ ആയത്തില് വഅമ്മ സഇല ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവനെ നീ വിരട്ടി വിടുകയും ചെയ്യരുത്. അപ്പൊ അവരുടെ അടുത്ത് ഹാർഷാവാനുള്ള അത് നമുക്കില്ല അല്ലെ. നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ, ഇനി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് വിടാം. ചിലപ്പം വളരെ റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ സുബ്ഹാനല്ലാഹ് നല്ല രീതിയിൽ ജീവിച്ച ആളുകൾ വളരെ പരിതാപകരമായ സാഹചര്യങ്ങളിൽ പെടാറുണ്ട് ജീവിതത്തിൽ. ചിലപ്പം ചില പരീക്ഷണങ്ങളാവാം, അവർ ചെയ്തു പോയ ചില തെറ്റുകളാവാം, അല്ലെങ്കിൽ അവർക്ക് കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങളാവാം, ഒന്നും അല്ലാത്ത ഒരു
റൂട്ടിൽ വഴിയാധാരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതും അവര് ചോദിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയും ഓന്റെ കയ്യിലിരിപ്പുണ്ടാ അല്ലെ, അത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റൂല. ചോദിച്ചു കഴിഞ്ഞാല് ചോദിച്ചവനെ വിരട്ടി ഓടിക്കല് നമ്മളെ ദീനിൽ പെട്ടതല്ല. സായിലീന് കൊടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവരെ ഒച്ചയും വിളിയും ഉണ്ടാക്കി അവരെ ബേജാറാക്കാനല്ല, അവരെ ചീത്ത പറയാനല്ല. അപ്പം ചീത്ത ഇനി അങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ എനിക്ക് പോയി പണിയെടുത്ത് ജീവിച്ചൂടെ അല്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വ്യക്തിയും, നമ്മളെ മുന്നിൽ വരുന്ന ഏതൊരു വ്യക്തിയും എന്താണ്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടിമയാണ്, നാളത്തെ മുസ്ലിമാണ്, മുഅ്മിനാണ് അല്ലെ. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ഡീൽ ചെയ്യുന്നത് എന്നെങ്കിലും അവരെ നമുക്ക് ദീനിലേക്ക് ക്ഷണിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അത് ഏത് വ്യക്തി ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ വന്ന് മുട്ടിയിട്ട് യാചിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും സുബ്ഹാനല്ലാഹ്. അപ്പം ചോദിക്കുന്നവരെ വിരട്ടി ഓടിക്കാനുള്ള, അല്ലെങ്കിൽ അവരെ വഴക്ക് പറഞ്ഞ് തല്ലി ഓടിക്കാനുള്ള അധികാരം നമുക്കില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം വസ്സായിലീൻ, അവർക്കും കൊടുക്കുക അല്ലെ. സായിലീൻ. ഇനി അവർക്ക് ഇപ്പൊ ചിലരുണ്ടാവും അത് കയ്യിലിരിപ്പായിരിക്കും, പൈസ ചോദിച്ചു വരും, ഭക്ഷണം ഇല്ല, ഭക്ഷണം വാങ്ങാനാന്ന് പറയും. അപ്പൊ അവരോട് പറയാം ഭക്ഷണം തരാന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ നമുക്കറിയാം അവര് ഭക്ഷണത്തിനാണോ ചോദിക്കുന്നത് അല്ലെങ്കിൽ പൈസക്കാണോ ചോദിക്കുന്നത്. അപ്പം അതുപോലെയുള്ള നമുക്ക് അല്ലെ ചില തിരിച്ചറിവുകളുണ്ട് സാഹചര്യം ഉപയോഗിച്ച്. പ്രത്യേകിച്ച് നമുക്ക് റമദാനൊക്കെ ആവുമ്പോൾ പല ഇൻസ്ട്രക്ഷൻസും കിട്ടാറുണ്ട് അല്ലെ. വീട്ടിൽ വന്ന് വെല്ലടിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ കൊടുക്കണ്ട എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അതിലൊക്കെ ഓരോ സാഹചര്യത്തിലുള്ള കളവുകളും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിനകത്തേക്ക് കയറ്റുന്നത്, അല്ലെങ്കിൽ വാതിൽ തുറന്നു കൊടുത്ത ആ പ്രശ്നം ഈ പ്രശ്നം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ തിരിച്ചറിയുക. എന്നാലും നമുക്കുണ്ടല്ലോ നമ്മളുടെ ശുഹ് കാരണം നമ്മൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ആട്ടി ഓടിക്കല്ലോ, ഓന് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓരോ ചീത്ത പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട് അല്ലെ, ചെലവഴിക്കുന്ന കൂട്ടത്തില് വസ്സായിലീനും കൂടെ ഉണ്ടെന്നുള്ളത്. അപ്പം അത് തിരിച്ചറിയാം. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്തത് വഫിർ റിഖാബ്. വഫിർ റിഖാബ്. റിഖാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റഖബയുടെ പ്ലൂറലാണ്. റോ ഖാഫ് ബ. റഖബ എന്ന് പറഞ്ഞാല് കഴുത്താണ്, റിഖാബ് കഴുത്തുകൾ. വഫിർ റിഖാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴുത്തുകളെ ഫ്രീ ആക്കുന്ന കാര്യം. സുബ്ഹാനല്ലാഹ്. അതായത് മനുഷ്യന്മാരെ ഫ്രീ ആക്കി വിടുക എന്നുള്ളത്. ആളുകൾ എന്തെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ട്രാപ്ഡ് ആയിട്ടുള്ളത്, അടിമപ്പെട്ടിട്ട്, അതായത് എന്തെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാലേ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സാഹചര്യം, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവരെ മേലെ സ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാം. നമുക്കറിയാം ഇസ്ലാമില് മുൻപ് അല്ലെ അടിമത്വം പല രീതിയിൽ സുബ്ഹാനല്ലാഹ് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല രീതികൾ ഉണ്ടായിരുന്നു. കാരണം ചില കേസിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത കാര്യമാണെങ്കിൽ ചില ഒഫാറ കൊടുത്തു കഴിഞ്ഞാൽ അവരെ തിരിച്ച് അല്ലെങ്കിൽ ഒരു ഫൈൻ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഫ്രീ ആക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ചില കാര്യത്തിൽ ആ ഒരു അടിമകൾക്ക് തന്നെ അവരെ മോചനം നേടാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് അല്ലെ. അതായത് അടിമ ഉടമയുടെ ആയിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കും, ഞാൻ ഇത്ര കാലം ജോലി ചെയ്തിട്ട് അതിന്റെ പൈസ കൊണ്ട് എന്നെ തന്നെ മോചിപ്പിക്കുക. അപ്പം ഓക്കെ, അത് അങ്ങനെയുള്ള അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അവർക്ക് പൈസ കൊടുത്തപ്പോ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം അങ്ങനെയായിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ സ്റ്റോറിയിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം വാങ്ങിയതാണ്. അപ്പം അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ കൊടുത്തിട്ട് അവർക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കും. അപ്പം ഈ അടിമത്തത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, സുബ്ഹാനല്ലാഹ്, പലർക്കും ഇസ്ലാമികമായ അടിമത്തത്തിനെ കുറിച്ച് സംശയങ്ങളാണ്. ചിലരൊക്കെ ഇവിടെ ആ ക്ലാസ് കേട്ടിട്ടുണ്ടാവും. ഒരു 2 പാർട്ടായിട്ട് അടിമത്തത്തിനെ കുറിച്ച് പറഞ്ഞ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും മനസ്സിലാവുമ്പോൾ എത്രത്തോളം ഭംഗിയുള്ള കാര്യമായിരുന്നു ഇസ്ലാമിലെ അടിമത്തം, അത് എന്തിനു വേണ്ടി കൊണ്ടുവന്നതാണ്, അതിലെ നിയമങ്ങൾ എത്രത്തോളം ഉപകാരപ്രദമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ താല്പര്യമുള്ളവർക്ക് അത് കേട്ട് നോക്കാം. പറ്റുമെങ്കിൽ ഇന്ന് ഞാൻ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബ് ഡിസ്ക്രിപ്ഷന്റെ താഴെയോ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ അടിമകളെ ഒന്നും കാണാനുള്ള സാഹചര്യങ്ങളില്ല, അടിമകളെ മോചിപ്പിക്കാനൊന്നുള്ള സാഹചര്യങ്ങൾ ഇല്ല. പക്ഷെ ചിലരുണ്ടാവും, അതായത് ചില കടത്തിന്റെ പേരിൽ ശരിക്കും കെട്ടിയിട്ടപ്പെട്ട പോലെ അല്ലെ, എന്താണ് ഒരു അടിമത്തത്തിലായ പോലെയുള്ള അവസ്ഥകൾ. അയാൾ കുറെ എമൗണ്ട് ഒരാൾക്ക് കൊടുക്കാനുണ്ടാവും, പക്ഷെ അത് കൊടുക്കാനുള്ള വകുപ്പ് ഉണ്ടാവില്ല. അതിന്റെ പേരിൽ ഒരു കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബന്ധനമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് പൈസ കൊടുത്ത് അവരെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വർക്ക്ഔട്ട് ആവുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ, കാരണം ഇന്ന് അടിമത്തത്തിന്റെ മോചനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇന്നില്ലല്ലോ. അപ്പം ഇതുപോലെ ആരെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അത് ജെന്യുവൻ ആണെങ്കിൽ അങ്ങനെ നമുക്ക്
ചെയ്യാം. അപ്പം വഫിർ റിഖാബ്. അടുത്തത് അഖാമസ്സലാ, അവൻ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. കാരണം ചിലപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും, ഓ ഞാൻ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള മനുഷ്യന്മാരെയും സഹായിക്കുന്നുണ്ട്, പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, സോഷ്യൽ വെൽഫെയർ ചെയ്യുന്നുണ്ട്, എല്ലാ രീതിയിലുള്ള ചാരിറ്റികളും ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ. പക്ഷേ നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കാതെ, നമസ്കാരം നിലനിർത്തേണ്ട രീതിയിൽ നിലനിർത്താതെ നമുക്ക് ശരിക്കും അൽബിറ് ആവാൻ പറ്റൂല, അല്ലെ? പുണ്യവാളന്മാരിൽ പെട്ട, തഖ്വയുള്ളവരിൽ പെട്ടവര് അല്ലെങ്കിൽ ആവാൻ പറ്റൂല. ആളുകളുടെ അവകാശം മാത്രം കൊടുത്തത് കൊണ്ട് നമ്മൾ പുണ്യവാളന്മാരാവുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അവകാശം നമ്മൾ അള്ളാഹ്ക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കണം, അല്ലെ? നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ റബ്ബിന്റെ അവകാശം നമ്മൾ കൊടുക്കണം. അപ്പൊ വഅഖാമസ്സലാ. പിന്നെ അവൻ സക്കാത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ നിർബന്ധമാക്കിയ സക്കാത്ത് ഉണ്ടല്ലേ, അത് ചെയ്യണം. അപ്പം നമസ്കാരവും സക്കാത്തും അതും നിർബന്ധമാണ് നിങ്ങൾ, കാരണം ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് നിങ്ങൾ അൽബിറിൽ വരുന്നത്. വമൂഫൂന ബിഅഹ്ദിഹിം ഇദാ അഹദു. മൂഫൂന എന്ന് പറയുന്നത് മൂഫിൻ എന്ന വാക്കിന്റെ പ്ലൂറലാണ്. വാവ് ഫ യ, വഫ. വഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് നിറവേറുക എന്നർത്ഥം. മൂഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾ. മൂഫിന്റെ പ്ലൂറലാണ് മൂഫൂന. കംപ്ലീറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് മൂഫി. അപ്പം എന്താണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്, നിറവേറുന്നത്? ബി അഹ്ദിഹിം, അവന്റെ അഹ്ദ്, ഉടമ്പടി, അല്ലെ? അവന്റെ കമ്മിറ്റ്മെന്റ്, അവന്റെ പ്രോമിസുകൾ അവന് നിറവേറും. ഇദാ അഹദു, അവനൊരു പ്രോമിസ് ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ എന്തായാലും ഇത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ അത് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അത് അവിടെ വരാം എന്നൊക്കെ നമ്മൾ പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ്, ഈവൻ പ്രോമിസ് ചെയ്യുമ്പോഴും നമ്മൾ ഇൻഷാ അല്ലാഹ് ചേർക്കുന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പക്ഷേ പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾഫിൽ ചെയ്യണം. ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് നിസ്കരിക്കുകയും ചെയ്ത് കുറച്ച് സക്കാത്തും കൊടുത്ത് ആളുകളെ സഹായിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ബിർറ് കംപ്ലീറ്റ് ആവുന്നില്ല. എന്താണ്, വെറും അത് മാത്രം ചെയ്തത് കൊണ്ടാവുന്നില്ല. പകരം നമ്മളെ സത്യസന്ധത, നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കീപ്പ് ചെയ്യണം. നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ പറ്റില്ല, അല്ലെ? കാരണം നമ്മളൊരു കമ്മിറ്റ്മെന്റ് ചെയ്തു, ഓക്കെ ഞാൻ ചെയ്തോളാം കേട്ടോ, അത് നമ്മൾ ഏറ്റെടുത്തു, എന്നിട്ട് നമ്മളെ കൊണ്ട് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഓക്കെ, നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നില്ല, അത് അവരെ അറിയിക്കുന്നുമില്ല. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ ഒരു പക്ഷെ വളരെ ലൈറ്റ് ആയിട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് എടുക്കപ്പെടുന്ന കാര്യമാണ് ഈ പ്രോമിസുകൾ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത്, അല്ലെ? അപ്പം അത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഒരു ഡോക്ടർക്ക് നമ്മളൊരു അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണ്, ഓക്കെ നാളെ 2:30 ഞാൻ വരും, എനിക്ക് ഒരു പല്ലിന് ഒരു ഓപ്പറേഷൻ ഉണ്ട്, എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, എന്നിട്ട് നമ്മൾ ആ സമയത്ത് പോണില്ല. സുബ്ഹാനല്ലാഹ്, ഡോക്ടർക്ക് അതൊരു പ്രയാസമായോ ആയില്ലേ? ഒരു പക്ഷെ അവർക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് ആ സമയത്ത് എടുക്കായിരുന്നു. അത് നമ്മൾ കൊടുത്ത വാക്ക് തെറ്റിക്കലാണ്. അപ്പം നമ്മളൊരു വാക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അത് തെറ്റിക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഇന്ന കാര്യം ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കതൊരു എന്താണ്, പ്രോമിസ് ആയില്ലേ? അപ്പം പ്രോമിസ് തെറ്റിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതും സുബ്ഹാനല്ലാഹ്, അത് ഒഴിവാക്കല് അല്ലെങ്കിൽ വാക്ക് പാലിക്കല് ബിർറിൽ പെട്ടതാണ്, പുണ്യവാളന്മാരുടെ പ്രവർത്തികളിൽ പെട്ടതാണ്. ഓക്കെ. വൽമൂഫൂന ബി അഹ്ദിഹിം ഇദാ അഹദു. പ്രോമിസുകൾ ജനറലി 2 തരത്തിലാണ്. ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ടും 2 ആളുകളായിട്ട് ഉണ്ടാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ടുള്ള ഉടമ്പടി എന്ന് പറയുമ്പം നമുക്കറിയാം, ഏറ്റവും ആദ്യത്തെ ഉടമ്പടി അല്ലെ, അലസ്ത. സുബ്ഹാനല്ലാഹ്, നമ്മൾ റൂഹിന്റെ ഫോമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുത്ത ഒരു ഉടമ്പടി ഉണ്ട്, അല്ലെ? എന്താണ്, ഷഹിദ്ന എന്ന് പറഞ്ഞിട്ട്, നീ തന്നെയാണ് റബ്ബ് എന്ന് പറഞ്ഞിട്ടില്ലേ? അലസ്തു ബി റബ്ബിക്കും ബലാ ഷഹിദ്ന. അപ്പം അത് അള്ളാഹ്ക്ക് കൊടുത്ത ഒരു ഉടമ്പടിയാണ്, അത് പാലിക്കല്. അള്ളാഹു മാത്രമാണ് എൻ്റെ റബ്ബ്, അല്ലെ? തൗഹീദ് പാലിക്കല് അള്ളാഹു കൊടുത്ത ഉടമ്പടിയാണ്. ഇനി അതല്ലാതെ ആളുകൾ അല്ലാണ്ട് അള്ളാഹിന്റെ അടുത്ത് പല രീതിയിലുള്ള പ്രോമിസുകളും ചെയ്യാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നേർച്ചയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? അള്ളാഹ്, ഇത് നീ എനിക്ക് തരാണെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യാം, നീ ഇന്നത് ചെയ്തു തരാണെങ്കിൽ നിന്റെ മാർഗത്തിൽ ഞാൻ ഇത്ര പൈസ ചെലവഴിക്കാം, ഇത്ര സദഖ കൊടുക്കാം, ഇത്ര ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാം, അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം ഖുർആൻ ഓതാം. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചില പ്രോമിസുകൾ ചെയ്യാറുണ്ട്. പക്ഷെ കാര്യം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, നടക്കാണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നടന്നു കഴിയുമ്പോൾ നമുക്കത് മറന്നും പോകാറുണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു പ്രോമിസ് കൊടുത്താൽ അത് നിറവേറല് നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. വൽമൂഫൂന ബി അഹ്ദിഹിം ഇദാ അഹദു. പിന്നെ ആളുകൾക്കുള്ള പ്രോമിസ്, അതൊരു മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും നമ്മൾ പലപ്പോഴും വിചാരിക്കും, അതൊരു അമുസ്ലിമിന്റെ അടുത്തല്ലേ പറഞ്ഞത്, കുഴപ്പമില്ല, അല്ലെ? അതൊരു വ്യക്തിയാണെങ്കിൽ, ഒരു മനുഷ്യനാണെങ്കിൽ നമ്മളൊരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇന്നത് ചെയ്യും, ഇന്ന സമയത്തിനുള്ളിൽ ചെയ്യും എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത്
പാലിക്കുക തന്നെ വേണം. സൂറത്ത് ഇസ്രായേൽ 34-ാമത്തെ ആയത്ത് വഊഫൂന ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊല. കാരണം അഹ്ദുകൾ എന്താണ്? ചോദിക്കപ്പെടും. കാന മസ്ഊല. സുബ്ഹാനല്ലാഹ്, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കും നമ്മൾ കൊടുത്ത വാക്കുകളുടെ പേരിൽ. അതുകൊണ്ട് നമ്മൾ സുബ്ഹാനല്ലാഹ് പരമാവധി ശ്രദ്ധിക്കുക. ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ വാക്കായിട്ട് കൊടുക്കണ്ട. നോക്കട്ടെ, ശ്രമിക്കട്ടെ എന്ന് പറയൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ശ്രമിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പറ്റൂലെങ്കിൽ അത് അറിയിക്കാം. ഓക്കെ, അപ്പം വാക്കായിട്ട് ആർക്കും കൊടുക്കണ്ട. ഞാനും നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. സുബ്ഹാനല്ലാഹ്. അത് പിന്നെ ഈ വാക്കെന്ന് പറയുമ്പം എല്ലാം പെടും കേട്ടോ. നമ്മൾ മുസ്ലിം അമുസ്ലിം എന്ന് മാത്രം പറഞ്ഞപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന് കൊടുക്കുന്ന ഒരു വാക്ക്, നമ്മുടെ ജോലി സ്ഥലത്ത് കൊടുക്കുന്ന വാക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്ന വാക്ക്, എല്ലാം എല്ലാം പെടും. ഇനിയിപ്പം ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുക അല്ലെ. പലപ്പോഴും പല സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യത്തിലും നമുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ പലതിലും നമുക്ക് പല കണ്ടീഷൻസ് നമ്മൾ ടിക്ക് ചെയ്യാറുണ്ട് അല്ലെ. ഓക്കെ, ഇത് ഞാൻ വേറെ ആർക്കും കൊടുക്കൂല, ഞാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ ബാക്കിയുള്ളവർക്കും കൊടുക്കും. കാരണം അവര് ശരിക്കും വേറൊരാളും കൂടെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് കിട്ടുന്ന ഒരു പൈസയാണ് നമ്മൾ അതുവഴി നഷ്ടപ്പെടുത്തുന്നത് അല്ലെ. അപ്പം അത്തരത്തിൽ നമ്മൾ വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ എന്താണ്? ഉടമ്പടി തെറ്റിക്കുന്നതിൽ പെട്ടതാണ്. വൽമൂഫൂന ബി അഹ്ദിഹിം ഇദാ അഹദൂ. മുസ്നദ് അഹ്മദിൽ വന്ന ഹസനാക്കിയ ഒരു ഹദീസിനകത്ത് പറയുന്നുണ്ട്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. സുബ്ഹാനല്ലാഹ്. ഉടമ്പടികൾ പൂർത്തീകരിക്കാത്തവന് എന്താണ്? വലാ ദീന, അവന് ദീനില്ല. കാരണം അവന്റെ ദീന്, അല്ലെങ്കിൽ അവൻ ഞാൻ ഇന്ന ഭയങ്കര ദീനിയാണ് അല്ലെങ്കിൽ എന്ന് അവൻ അവകാശപ്പെടുന്നത് തെറ്റാണ്. അവൻ ഉടമ്പടികൾ പാലിക്കുന്നില്ലെങ്കിൽ വളരെ ശിക്ഷ എന്താണ്? കഠിനമായിട്ടുള്ള കാര്യമാണ് ഇതെന്ന് മനസ്സിലാക്കാം. തുടർന്ന് വസ്വാബിരീന ഫിൽ ബഅസാഇ വദ്ദറാഇ. സുബ്ഹാനല്ലാഹ്. പ്രയാസങ്ങളിൽ അല്ലേ, വിഷമങ്ങളും ദുരിതങ്ങളും നേരിടുമ്പോൾ അവിടെ എന്താണ്? ക്ഷമ കാണിക്കുന്നവര്. ഓക്കെ, സ്വാബിരീൻ പ്ലൂരൽ, സ്വാബിറിന്റെ പ്ലൂരലാണ് സ്വാദ്, ബ റോ. സൊബ്ർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമ്മളെ സ്വയം നിയന്ത്രിക്കലാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഒച്ചയിടണം തോന്നുമ്പോൾ, തിരിച്ച് മറുപടികൾ പറയണം തോന്നുമ്പോൾ, വളരെ മോശപ്പെട്ട കാര്യങ്ങൾ പറയണം തോന്നുമ്പോൾ, മറ്റു വ്യക്തിനെ വായ അടപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കണം തോന്നുമ്പം അവിടെ സ്വയം നിയന്ത്രിക്കലാണ് സൊബ്ർ. നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യൽ അല്ലെ. നമ്മുടെ ഉള്ളിൽ ചിലപ്പം ഒരു അഗ്നിപർവ്വതം തന്നെ പൊട്ടുന്നുണ്ടാവും, അതിന്റെ തിരികൾ നമ്മുടെ ഉള്ളിൽ കത്തി എരിയുന്നുണ്ടാവും. പക്ഷെ നമുക്ക് പലതും ചെയ്യാനും പറയാനും തോന്നും. സൊബ്ർ, അവിടെ സൊബ്ർ കാണിക്കല്ലേ. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ടെംപ്റ്റേഷനെ നമ്മൾ തടയുക. വസ്വാബിരീന ഫിൽ ബഅസാഇ വദ്ദറാഇ. നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഓ, ഞാൻ എൻ്റെ നിസ്കാരം നല്ല കറക്റ്റ് സമയത്ത് നിസ്കരിക്കണ്ടല്ലേ, എൻ്റെ കൈ ഞാൻ കറക്റ്റ് ഇവിടെ തന്നെയാണ് കിട്ടുന്നത്, റുക്കൂ നല്ല കറക്റ്റ് പൊസിഷനിലാണ് ചെയ്യുന്നത്, ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ ആളുകൾക്ക് അല്ലെ. ഒരുപാട് സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങൾ ചെയ്യുന്നുണ്ട്, സുന്നത്തായിട്ടുള്ള നോമ്പുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താണ്? ബിറുള്ള ആളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല ബിറ് അല്ലെ, അത് മാത്രമല്ല ബിറ്, പ്രയാസങ്ങളിൽ ക്ഷമ കാണിക്കല് ബിറാണ്. നമുക്ക് നെഗറ്റീവായിട്ട് പ്രതികരിക്കണം തോന്നുന്ന സാഹചര്യങ്ങളിൽ ക്ഷമ കാണിക്കല് ബിറാണ്. ഫിൽ ബഅസാഇ, ബ ഹംസ സീൻ. ബഅസ എന്ന് പറഞ്ഞാല് ബ ഹംസ സീൻ. ബഅസ എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ദാരിദ്ര്യം, ഷിദ്ദത്തുൽ ഫഖർ എന്നാണ് വാക്കർത്ഥം. അങ്ങേയറ്റത്തെ ദാരിദ്ര്യം, വിശപ്പ്, അങ്ങേയറ്റത്തെ ഡിപ്പെൻഡൻസ്, എന്തെങ്കിലും ഒരു കാര്യമേലെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനാണ് ഷിദ്ദത്തുൽ ഫഖർ എന്ന് പറയുന്നത്. ഏറ്റവും പീക്കായിട്ടുള്ള. ഓക്കെ, ഇപ്പൊ ചിലപ്പോൾ നമുക്ക് നോമ്പിന്റെ സമയത്തൊക്കെ, നോമ്പ് ഇങ്ങനെ അവസാനത്തേക്ക് എത്തുമ്പോൾ, 28-29 എത്തുമ്പോൾ, നോമ്പൊക്കെ തുറക്കുന്ന സമയമാകുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് ക്ഷീണം പിടിച്ചിട്ടില്ലേ, കുട്ടികളൊക്കെ എന്തെങ്കിലും വരുമ്പോ ഉണ്ടല്ലേ ഞാൻ നോമ്പ് പിടിച്ചിന് അല്ലെ, നമ്മൾ ഇനി സായിമെന്ന് പറയുന്നത് പോലും ഭയങ്കര ചൂടിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം അതുപോലെ നമ്മളിങ്ങനെ എന്തിനെങ്കിലും പീക്കിലെത്തിയിട്ട് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ ആ സമയത്ത് കാണിക്കുന്ന ക്ഷമ എന്താണ്? സ്വാബിരീന ഫിൽ ബഅസാഇ. ഇനി ബഅസ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു വേദന. ഓക്കെ, ശാരീരികമായിട്ടുള്ള ഒരു പ്രയാസം. അപ്പം നമുക്ക് നല്ല വിശപ്പുള്ള സമയത്ത് നമുക്ക് ഭയങ്കര ക്ഷീണവും ദേഷ്യവും തലവേദനയും അല്ലെ ഒക്കെ വരും. അപ്പം നമുക്ക് അതായത് വിശപ്പിന്റെ, ദാഹത്തിന്റെ, ദാരിദ്ര്യത്തിന്റെ ഒക്കെ പീക്ക് കാരണം ശാരീരികമായിട്ട് വരുന്ന
പ്രയാസങ്ങൾ, അതുവഴി നമ്മൾ ഭയങ്കര സെൻസിറ്റീവായിട്ട് നമ്മൾ ഭയങ്കര ഇടങ്ങേറായിട്ടുള്ള പ്രതികരണങ്ങൾ കൺട്രോൾ ചെയ്യുന്നതാണ് സാബിരീന ഫിൽ ബസായി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറദ് ആണ്, രോഗമാണ്. പ്ലസ് ദൊറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക, ദൊറാന്റെ വാക്കർത്ഥമാണ് ഞാൻ പറഞ്ഞത് മറദ് അല്ലെങ്കിൽ രോഗം എന്ന്. വേറൊരു അർത്ഥം എന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള നമ്മുടെ മനസ്സിനെ തളർത്തി കളയുന്ന പ്രയാസങ്ങളാണ് ദൊറ. മെന്റൽ ആയിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പം അതിനെ ദൊറ എന്ന് പറയുന്നു. അപ്പൊ ബസാവും ദൊറാവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ബസ എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ, ശാരീരികമായിട്ടുള്ള വേദനകള്, വിശപ്പ്, അതുപോലെ ശരീരത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. ദൊറ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇമോഷണൽ ആയിട്ടുള്ള, മെന്റൽ ആയിട്ടുള്ള, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ. ചിലപ്പോൾ നമുക്ക് രോഗം വരുമ്പോൾ നമുക്ക് ഭയങ്കര മാനസിക പ്രയാസം ഉണ്ടാവില്ലേ, നമ്മൾ ആകെ ഡൗൺ ആവാറുണ്ട് സുബ്ഹാനല്ലാഹ് നമുക്ക് രോഗങ്ങൾ വരുന്ന സമയത്ത്. അപ്പം ഈ സമയത്ത് നമ്മൾ ക്ഷമ കാണിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്കല്ലേ വല്ലാണ്ട് മാനസിക പ്രയാസം വരുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളും പറയാതിരിക്കുക. ചില സമയത്തില്ലേ നമുക്ക് അങ്ങോട്ട്, ഞാൻ വെറുത്ത് നിൽക്കുമ്പോഴാണ് മോള് വന്നിട്ട് അല്ലെങ്കിൽ മോൻ വന്നിട്ട് അത് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. സുബ്ഹാനല്ലാഹ് അങ്ങനെ പറയുന്നത് വസ്വാബിരീൻ, ആ സമയത്ത് ക്ഷമ കാണിക്കുക. അത് പിന്നീട് നമുക്ക് കുറ്റബോധം തോന്നുന്ന ഒരു കാര്യവും നമ്മൾ പറയാതിരിക്കുക, അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത ഒരു കാര്യവും പറയാതിരിക്കുക. ഒരു മനുഷ്യൻ രോഗിയായി മാറുമ്പം സുബ്ഹാനല്ലാഹ് ശരിക്കും എല്ലാം അല്ലെ, എല്ലാത്തിനോടും വെറുപ്പും ദേഷ്യവും, ഇപ്പൊ തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നോട് മിണ്ടല്ലേ എനിക്ക് ദേഷ്യം പിടിക്കുന്നത് നമ്മൾ ചിലപ്പോൾ മക്കളുടെ അടുത്ത് പറയാറുണ്ട് അല്ലെ. പിന്നെ ചില സമയത്ത് നമ്മൾ ഇപ്പം ഇതുപോലെ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊക്കെ അതിനെ ഓവർകം ചെയ്തിട്ടുണ്ടാവും, എന്നാലും അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, എന്തെങ്കിലും ഭയങ്കര അസുഖം വരുമ്പോൾ ഇല്ല എനിക്ക് നിസ്കരിക്കാൻ പ്രയാസമാണ്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള എന്തെങ്കിലും കാര്യം, നമുക്കൊരു ക്ലാസ് ഉണ്ട്, ഖുർആൻ ക്ലാസ് ഉണ്ട്, പഠനമുണ്ട്, അത് ചെയ്യാൻ എനിക്ക് കഴിയൂല, അങ്ങനെയൊക്കെ പറയും. എന്നാലും അതേ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അടുക്കളയിലെ പണിയാണെങ്കിലും സ്കൂളിൽ പോക്കാണെങ്കിലും ഓഫീസിൽ പോക്കാണെങ്കിലും അതൊക്കെ നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പ്രയാസവും അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ എളുപ്പവുമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുക അവിടെ നമ്മൾ വസ്സാബിരീൻ ആണോ എന്ന്. കാരണം സാബിർ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നതിലും നമ്മൾ ക്ഷമ കാണിക്കണം അല്ലെ. ഫിൽ ബസാഇ വദറാഇ, ഇപ്പൊ ബസാവും ദറായും വന്നു കഴിഞ്ഞാൽ നമ്മൾ നന്മ ചെയ്യുന്നതും നിർത്താൻ പറ്റൂല, അതേപോലെ നമ്മൾ അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത രീതിയിൽ പ്രതികരിക്കാനും പറ്റൂല. ഓക്കെ. വഹീനൽ ബാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യുദ്ധരംഗത്ത്, സുബ്ഹാനല്ലാഹ് ഹീനൽ ബാസ് യുദ്ധത്തിന്റെ സമയത്ത്, ബസ് സെയിം ബ ഹംസ സീൻ തന്നെയാണ് റൂട്ട്, പക്ഷെ ബസാൽ നിന്ന് വ്യത്യാസമുണ്ട്. ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള അങ്ങേയറ്റം പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, യുദ്ധത്തിന് വേണ്ടിയും കൂടെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബാസ്. ഇപ്പൊ യുദ്ധത്തിന്റെ സമയം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു തരം പീഡനമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ് നമ്മുടെ ശരീരത്തിനും നമുക്ക് മുറിവേൽക്കും, അതേപോലെ മനസ്സിനും ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യമാണ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഓക്കെ ഞാൻ മതിയാക്കി നിർത്തി പോവാണ് എന്ന് ചെയ്യാത്ത രീതിയിലുള്ള സബർ, ഓക്കെ, അതാണ് ഹീനൽ ബാസിലുള്ള സബർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഓടിപ്പോവൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമുക്കറിയാം അല്ലെ, പല സഹാബാക്കളും യുദ്ധത്തിന് വേണ്ടി അവർ തയ്യാറായി നിൽക്കുകയാണ്, എന്നിട്ട് അവർ യുദ്ധങ്ങൾക്ക് പോവുകയും ചെയ്യും. ഇപ്പം ഉഹദിന്റെ സമയത്ത് സുബ്ഹാനല്ലാഹ് ഏകദേശം ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ ഇറങ്ങിയതാണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് ചില ആളുകൾ ബാക്ക് ഔട്ട് ചെയ്തു. അബ്ദുല്ലാ ഇബ്നു ഉബയ്യും അദ്ദേഹത്തിന്റെ കൂടെ ചില ആൾക്കാരും ഇല്ല, നമ്മൾ പോണില്ല എന്ന് പറഞ്ഞ് മാറി നിന്നു അല്ലെ. അപ്പം അത് സബറിൻ ബഅസ് ആണോ? അല്ല അല്ലെ. അവിടെ അവര് എന്താണ് അക്ഷമ കാണിക്കുകയാണ് അല്ലെ, അവർക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവര് മാറി നിൽക്കുകയാണ്. മാത്രമല്ല അവരാ മാറി നിന്നത് കാരണം വേറെ പലരിലേക്കും ആ ഒരു വീക്ക്നെസ് അവര് സ്പ്രെഡ് ചെയ്തു അല്ലെ. അങ്ങനെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് സ്വാബിരീന ഫിൽ ബഅസാഇ വദറാഇ വഹീനൽ ബഅസ്. അപ്പം യുദ്ധത്തിന്റെ സാഹചര്യങ്ങളിൽ സുബ്ഹാനല്ലാഹ് ഇതുപോലെയുള്ള എന്താണ് ക്ഷമ കാണിക്കല് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുപോലെ ഒരു യുദ്ധത്തിലായിരിക്കുന്നത് അല്ലെ, അതുപോലെ യുദ്ധത്തിന്റെ ഒരു സാഹചര്യത്തിലായിരിക്കുന്നത് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റൂല അല്ലെ. നമ്മൾ അവരുടെ കഥകൾ, സഹാബാക്കളുടെ കഥകൾ, അവരുടെ ചരിത്രങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ കണ്ടതാണ് അല്ലെ. അവരിങ്ങനെ യുദ്ധത്തിന് പോയത് ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട്. അതുപോലെയുള്ള സിറ്റുവേഷൻ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ബേജാറാവും അല്ലെ, നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റൂല. നമ്മൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ
വരുമ്പോ ആരെങ്കിലും ഒരാൾ നമ്മളെ മുമ്പിലേക്ക് വാളോങ്ങി വന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ് ഓടല്ലാണ്ട് വേറൊന്നും നമുക്ക് അറിയൂല അല്ലെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിന്റെ പ്രസക്തി? അത് എക്സ്ട്രീം ആയിട്ടുള്ള പ്രയാസമുള്ള സാഹചര്യങ്ങൾ, വളരെയധികം പ്രയാസമുള്ള സാഹചര്യങ്ങൾ, നമുക്ക് താങ്ങാൻ പറ്റൂല എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രയാസമുള്ള സാഹചര്യങ്ങൾ വരുമ്പം അല്ലെ, എനിക്കിതിനി സഹിക്കാൻ പറ്റൂല, ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാണ്, അല്ലെങ്കിൽ ഞാൻ നിർത്താൻ പോവാണ് അല്ലെ, സുബ്ഹാനല്ലാഹ് അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്നവരുണ്ടല്ലോ, അലലഖത്തില്ല, എന്റെ ലിമിറ്റ് കഴിഞ്ഞു, ഇനി ക്ഷമ കാണിക്കാൻ പറ്റൂല, അങ്ങനെയുള്ള സമയങ്ങളിലും ക്ഷമ കാണിക്കലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹീനൽ ബാസ്. നമുക്കറിയാം ചിലപ്പോൾ ചില വ്യക്തികൾ നല്ല ക്ഷമ കാണിക്കുന്നത് കാണാം അല്ലെ, അവരുടെ പ്രയാസങ്ങളിലൊക്കെ നല്ല ക്ഷമ കാണിക്കുന്നതാണ്. പക്ഷെ അവസാനം എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു സാഹചര്യം മാറി, അല്ലെങ്കിൽ ഒരു പുതിയ ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇല്ല, ഇനി എന്നെ കൊണ്ട് പറ്റില്ല, ഇനി ഞാൻ നിർത്തുകയാണ് അല്ലെ, ഇനി എന്റെ ക്ഷമയൊക്കെ കഴിഞ്ഞു, ഞാൻ പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലും മറ്റുള്ളവരുടെ ലൈഫിലും നമ്മൾ കാണാറുണ്ട്. അപ്പം നമുക്ക് പറ്റൂലാന്ന് തോന്നുന്ന സാഹചര്യത്തിൽ പോലും ക്ഷമ കാണിക്കല് അത് എന്തിൽ പെട്ടതാണ്? ബിറിൽ പെട്ടതാണ്. വസ്വാബിരീന ഫിൽ ബഅസാഇ വദ്ദറാഇ വഹീനൽ ബഅസ്. സൂറത്ത് ബഖറയിൽ തന്നെ അല്ലെ, അമന റസൂലിന്റെ ആയത്തുകളിൽ നമുക്കറിയാം, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരു നഫ്സിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് താങ്ങാൻ പറ്റാത്തത് കൊടുത്ത് പീഡിപ്പിക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്, താങ്ങാൻ പറ്റാത്തത് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കൂല. അപ്പം എന്നെ കൊണ്ട് പറ്റൂല എന്ന് തോന്നുന്ന എന്ത് സിറ്റുവേഷനിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ പറയാ, ഇല്ല എനിക്ക് പറ്റും. കാരണം അള്ളാന്റെ പ്രോമിസ് ആണ്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ അല്ലെ, അതിന് താങ്ങാൻ പറ്റാത്ത ഒന്നും തരൂല എന്നുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആണ് നമ്മൾ അല്ലെ, ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആണ് ശരിക്കും ഞാൻ. പക്ഷെ എന്റെ സ്ട്രെങ്ത് എനിക്കറിയില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അത് കാണിച്ചു തരാൻ വേണ്ടി സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് തന്നതാണ്. സുബ്ഹാനല്ലാഹ്, എന്നെ കൊണ്ട് ഒരിക്കലും പറ്റൂല എന്ന് വിചാരിച്ച കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റും, അതിലൂടെയും എനിക്ക് ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റും, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രതിഫലം നേടിക്കൊണ്ട് കടന്നു പോകാൻ പറ്റും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല കാണിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇപ്പം പലരും ഓരോരുത്തർക്കും ഇപ്പൊ നമ്മൾ ചില കാര്യം ചിന്തിക്കുമ്പോൾ ഇതിനാണ് ഇവർ ഇത്ര വലിയ പറഞ്ഞതെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഓരോരുത്തരുടെയും എന്താ പറയാ ഡിസൈൻ വേറെ വേറെയാണ്. അള്ളാഹ്ക്ക് അറിയാം ഓരോരുത്തർക്കും ഏറ്റവും പ്രയാസമുള്ളത് എന്താണ്. ഇപ്പൊ നമ്മളെ അടുത്ത ചില പ്രയാസങ്ങൾ വന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ തോന്നി ഇതൊക്കെ ഒരു വലിയ വിഷയമാണോ അല്ലെ, സുബ്ഹാനല്ലാഹ്. പക്ഷെ അവരുടെ ലിമിറ്റില് അവർക്ക് താങ്ങാൻ പറ്റുന്നത്, എന്നാൽ അവരെ സുബ്ഹാനല്ലാഹ് പിടിച്ചുലക്കുന്നതായ ഒരു പ്രയാസം അതായിരിക്കും. നമുക്കതൊരു വലിയ പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അപ്പം എനിക്കറിയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആള് ഡോക്ടറാണ്. അപ്പം ആൾക്ക് ആ ഒരു ഫീൽഡിൽ ഒരുപാട് അഡ്വാൻസ് ചെയ്യണം, പിന്നെ ഹസ്ബൻഡ് ഉമ്മ വാപ്പ അത്രയും മതി, കുട്ടികൾ എന്നുള്ള കാര്യം ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരാളാണ്. കാരണം ഈ ഒരു ഫീൽഡിൽ ഞാൻ എവിടെയോ എത്തണം, അപ്പൊ കുട്ടികൾ തടസ്സാവും എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം ആള് പ്രഗ്നന്റ് ആയപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റൂല, ഇത് വേണ്ട, അങ്ങനെ ഇങ്ങനെ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ആശ്വാസവാക്കുകൾ കൊടുക്കല്ലോ. പക്ഷേ മാഷാ അല്ലാഹ് ട്വിൻസ് ആയിരുന്നു, കുട്ടികൾ ഉണ്ടായി, ആള് നല്ല അടിപൊളിയായിട്ട് അത് മാനേജ് ചെയ്യുന്നു, അപ്പൊ ജോലിയും മാനേജ് ചെയ്യുന്നു, മക്കളെയും മാനേജ് ചെയ്യുന്നു. അപ്പം എന്താ, ആൾക്കത് പറ്റൂലാന്ന് വിചാരിച്ചിട്ടാണ്, ഇത് ഭയങ്കര പ്രയാസാണെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ നമുക്ക് പലരുടെ കാര്യങ്ങളും കാണുമ്പോൾ ഇതൊക്കെ എന്ത് നമുക്ക് തോന്നും. പക്ഷെ അവർക്ക് എന്താണ്, അവരെ പിടിച്ചു കുലുക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അവർക്ക് തോന്നുകയാണ്, അല്ലോ ഇത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റൂല എന്ന്. പക്ഷെ അള്ളാഹ്ക്ക് അറിയാം നമുക്ക് ഓരോരുത്തർക്കും താങ്ങാൻ പറ്റുന്നത് എന്താണെന്ന്. ഓക്കെ, നമുക്ക് താങ്ങാൻ പറ്റുന്നതേ റബ്ബ് തരുള്ളൂ. അറ്റ് ദ സെയിം ടൈം അത് നമ്മളെ പിടിച്ചു കുലുക്കുന്ന കാര്യമായിരിക്കണം, എങ്കിലല്ലേ അതിന് പരീക്ഷണം എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം അത്രയും നമുക്ക് എത്ര പറ്റൂല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും അവിടെ ക്ഷമ കാണിക്കുക. എത്ര ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഹിനൽ ബാസ് എന്ന് പറയുന്ന വാക്ക് സുബ്ഹാനല്ലാഹ് അവിടെ ക്ഷമ കാണിക്കുക. എക്സ്ട്രീം ആണെന്ന് തോന്നിക്കഴിഞ്ഞാലും അവിടെ ക്ഷമ കാണിക്കുക. അങ്ങനെയുള്ള ആളുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉലൈക അല്ലദീന സദഖു സ്വാദ് ദാൽ ഖാഫ് സിദ്ഖ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത അല്ലെ. അവരെന്തിലാ സത്യസന്ധരാന്ന് പറയുന്നത്? അവരുടെ വിശ്വാസത്തിന്റെ ക്ലെയിമിലെ, ഈമാന്റെ ക്ലെയിമിൽ ഞാൻ ഭയങ്കര സംഭവമാണ് അല്ലെ. എന്താണ് ബിറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അല്ലെ, ഞാൻ വലിയ പുണ്യാളനാണ്, ഞാൻ വലിയ പുണ്യവാനാണ്, ഞാൻ ഭയങ്കര ഈമാനുള്ള വ്യക്തിയാണെന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരിക്കണം അല്ലെ. പല വെറൈറ്റി നന്മകൾ ചെയ്യുന്ന ആളുകളായിരിക്കണം. പ്രയാസങ്ങളില്, എക്സ്ട്രീം പ്രയാസങ്ങളില് ക്ഷമ കൈക്കൊള്ളുന്ന ആളായിരിക്കണം. മറ്റുള്ളവരെ കുറിച്ച് കെയർ ചെയ്യുന്ന ആളായിരിക്കണം. അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആളായിരിക്കണം. അല്ലാണ്ട് എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രം കൊടുക്കലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാറ്റഗറീസ് ഒരുപാടുണ്ട് അല്ലെ. അതിൽ അവർക്കൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന, ചെലവഴിക്കുന്ന ആളുകളായിരിക്കണം.
നമസ്കരിക്കുന്ന ആളുകളായിരിക്കണം, സക്കാത്ത് കൊടുക്കുന്ന, നമസ്കാരം നിലനിർത്തുന്ന ആളുകളായിരിക്കണം, സക്കാത്ത് കൊടുക്കുന്ന ആളുകളായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള ബിർറ്, അല്ലെ? ഇനി ഇതിൽ ഏതെങ്കിലും 2-3 ഏരിയാസ് മാത്രം സെലക്ട് ചെയ്ത് അത് മാത്രം ചെയ്ത് പോകുന്ന ആളാണെങ്കിൽ അതാണ് ദീനെന്ന് വിചാരിച്ച് ഞാൻ ഭയങ്കര ദീനിയാണ്, ഞാൻ ഭയങ്കര മുത്തഖിയാണ്, ഞാൻ ഭയങ്കര എന്താണ് സ്വാലിഹാണെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവൻ അത് ട്രൂത്ത്ഫുൾ അല്ലെങ്കിൽ അത് സത്യസന്ധതയാണോ? അല്ല, അല്ലെ? ഉലായിക അല്ലദീന സദഖു, അള്ളാഹു കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരാണ് അവരുടെ ദീനിന്റെ ക്ലെയിമിൽ സത്യസന്ധരായിട്ടുള്ളവര്. ഉലായിക ഹുമുൽ മുത്തഖൂൻ, അവരാണ് ശരിയായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെടുന്നവർ, തഖ്വയുള്ള ആളുകൾ. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ള, ഈ സ്വഭാവങ്ങളൊക്കെ ഉള്ള ആളുകളാണ്, ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ തഖ്വയുള്ള ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ആയത്തില് 4 ടൈപ്പ് ബിറുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് അഖായിദ്, അല്ലെ, വിശ്വാസപരമായിട്ടുള്ള ബിറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ്? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയീൻ. അത് കഴിഞ്ഞിട്ട് അഖായിദിന് ശേഷം ഇബാദത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി ചെയ്യേണ്ട റിച്വൽ ആയിട്ടുള്ള ഇബാദത്തുകൾ, കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ. വഅഖാമസ്വലാത്ത് വആതസ്സകാത്ത്. സുബ്ഹാനല്ലാഹ്. മുആമലാത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ആളുകളുമായിട്ടുള്ള ഡീലിങ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീന വബ്നസ് സബീൽ വസ്സായിലീന വഫി റിഖാബ്. പിന്നെ 4മതായിട്ട് അഖ്ലാഖിയാത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? നമ്മളുടെ മാനേഴ്സ്, നമ്മളുടെ രീതികൾ, സ്വഭാവങ്ങൾ. വൽമൂഫൂന ബിഅഹ്ദിഹിം ഇദാ അഹദു വസ്സാബിരീന ഫിൽ ബഅസാഇ വദ്ദറാഇ വഹീനൽ ബഅസ്. സുബ്ഹാനല്ലാഹ്. അപ്പം ദീൻ എന്ന് പറയുന്നത്, എനിക്ക് മനസ്സിൽ നല്ല വിശ്വാസമുണ്ട്, പക്ഷെ ഇത് നിസ്കരിക്കാനൊന്നും പറ്റൂല, അത് ദീനല്ല. അല്ലെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ നല്ല രീതിയിൽ ആളുകളോട് ഇടപഴകുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വിശ്വാസമുണ്ട്, പലതൊക്കെ വിശ്വാസമുണ്ട്, പക്ഷെ ആൾക്കാരോട് ഞാൻ നല്ല രീതിയിൽ ഡീൽ ചെയ്യുക, പക്ഷെ എനിക്ക് നിസ്കരിക്കാനും അതിനൊന്നും കഴിയൂല, അതും ദീനല്ല. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര നിസ്കാരവും നോമ്പും ഒക്കെ ഉള്ള ഭയങ്കര മുത്തഖിയാണെന്ന് നമ്മൾ അവകാശപ്പെടുന്ന മുത്തഖിയാണ്, പക്ഷെ ആളുകളുടെ അടുത്തേക്ക് വരുമ്പോൾ, അല്ലെ, നമ്മുടെ സ്വഭാവം വരുമ്പം, ക്ഷമന്റെ സാഹചര്യം വരുമ്പോൾ പൊട്ടിത്തെറിയും. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ചെലവഴിക്കാനോ ആൾക്കാരെ വിഷമങ്ങൾ കാണാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റൂല, ഇതൊന്നും ദീനല്ല. നമ്മുടെ ദീൻ എന്ന് പറയുന്നത് അതിവിശാലമാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ദീൻ, അല്ലെ? ലൈഫ് സ്റ്റൈലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ശരിയായ രീതിയിൽ മുത്തഖി ആവണം എന്നുണ്ടെങ്കിൽ, ബിർറ് കാണിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ 4 കാര്യങ്ങളിലും നമ്മൾ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കണം. അത് എത്രത്തോളം ഞാൻ ചെയ്യുന്നുണ്ട്, എങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു ഏരിയയെങ്കിലും നമ്മൾ കളയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, നമ്മൾ ബിറിൽ പെടുന്നതല്ല, മുത്തഖികളിൽ പെട്ടതല്ല, അല്ലെ? നമുക്ക് മുത്തഖി ആവണമെന്നുണ്ടെങ്കിൽ ഇത് ഓരോന്നും പെറുക്കി 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 നമ്മൾ നോക്കുക. ഓക്കെ, നിസ്കാരം ഞാൻ ചെയ്യുന്നുണ്ടോ? ഫൈൻ. നിലനിർത്തുന്നുണ്ടോ? സമയത്ത് ചെയ്യുന്നുണ്ടോ? കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ? സക്കാത്ത് എനിക്ക് കൊടുക്കാൻ അർഹതയുണ്ടോ? അല്ലെങ്കിൽ കൊടുക്കേണ്ട കൂട്ടത്തിൽ പെട്ടതാണോ? ആണെങ്കിൽ ഞാൻ കൊടുക്കുന്നുണ്ടോ? കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ? അത് എത്തിക്കേണ്ടവരിൽ എത്തിക്കുന്നുണ്ടോ? നോക്കുക. അടുത്തത് ക്ഷമ കാണിക്കുന്നുണ്ടോ, അല്ലെ? പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമ കാണിക്കുന്നുണ്ടോ? അതോ പൊട്ടിത്തെറിക്കുകയാണോ ഞാൻ ചെയ്യുന്നത്? ആളുകളുടെ അടുത്ത് ഡീൽ ചെയ്യുമ്പം അവരെ വിഷമിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത വാക്കുകൾ ഞാൻ തെറ്റിക്കുന്നുണ്ടോ? അതിൽ എത്രത്തോളം ഞാൻ ശ്രദ്ധ പുലർത്തുന്നു അത്തരം കാര്യങ്ങളിൽ? ഞാൻ ചെലവഴിക്കുന്ന കാര്യം, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഉലായിക അല്ലദീന സദഖു വ ഉലായിക ഹുമുൽ മുത്തഖൂൻ. അല്ലാത്തതൊക്കെ വെറും അവകാശവാദങ്ങളാണ്, അല്ലെ? വെറും ഞാൻ സംഭവമാണെന്നുള്ള തോന്നലുകളാണ്, അത് വെറുതെ കളവ് പറയലുകളാണ്. സുബ്ഹാനല്ലാഹ്. ഒരു വാക്കും, അല്ലെ, ഒരൊറ്റ വാക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അതില് കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചേർന്നതാണ് ബിർറ്. അങ്ങനെ ഒരു ബിർറുണ്ട്. ബിർറ് ചെയ്യാൻ ശ്രമിക്കുക, അതായത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്ന, നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തണ്ട ഈ കാര്യം പറഞ്ഞിട്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്. നമുക്ക് വേഗം വരാം, ഒരു ബിർറില്ലാത്തവരാണ്, ഇവര് ബിർറില്ലാത്തവരാണ്, ഓരത് ചെയ്യുന്നില്ല, ഇവരത് ചെയ്യുന്നില്ല. നമ്മളെ സ്വയം വിലയിരുത്താം. അപ്പം നമ്മൾ മുത്തഖിയാണെന്നുള്ള തോന്നല് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മുത്തഖി ആവണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ഈ ഓരോ കാര്യത്തിലും ശ്രദ്ധ പതിക്കുക. ഈ ഓരോ കാര്യത്തിലും നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് എപ്പോഴും മനസ്സിൽ വെക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് നമ്മൾ ശ്രമിക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് ചെയ്യുക. ചെയ്യാൻ പറ്റാത്തത് റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുക, ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവസായിനു ബിസ്വബ്രി വസ്സലാം.
നമുക്ക് ഇന്നതാവണം, നമുക്ക് മുത്തഖി ആവണം, മുത്തഖിന്റെ ഡെഫിനേഷൻസ് ഒക്കെ നമുക്ക് ടിക്ക് ചെയ്യണം, ഞാനൊക്കെ അത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓരോന്നും പ്രത്യേകം മനസ്സിലാക്കുക, ചെയ്യാൻ ശ്രമിക്കുക, ദ്വാ ചെയ്യുക, വീണ്ടും ശ്രമിക്കുക, ദ്വാ ചെയ്യുക. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഈസിയായി മാറും. നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊന്നും നമ്മൾ സ്വയം ചെയ്യുന്നതല്ല അല്ലെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു ചിന്തയോട് കൂടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് ദുആ മാത്രം ചെയ്തതുകൊണ്ട് കാര്യം നടക്കുകയില്ല അല്ലെ. കാരണം വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നമ്മൾ ക്ഷമയോടുകൂടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം ഇതിൽ പലതും നമ്മൾ ഓരോരുത്തരും ഓരോ ഏരിയ നോക്കുമ്പോൾ ചിലപ്പം ഒരു ഏരിയയിൽ സ്ട്രോങ് ആയിരിക്കും, മറ്റേ ഏരിയയിൽ വീക്ക് ആയിരിക്കും. ഓരോരുത്തർക്കും അറിയാം ഞാൻ എന്തിലാ സ്ട്രോങ്, ഞാൻ എന്തിലാ വീക്ക്. ഓരോരുത്തർക്കും അറിയാം ഞാൻ എന്താ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യം ഇതിൽ നിന്നല്ലേ. നമ്മൾ വേറൊരാളെയും ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരണ്ട. എന്നോട് ഞാൻ ചോദിക്കുക ഇതിനകത്ത് ഞാൻ മോശമായിട്ടുള്ള കാര്യം എന്താണ്, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, വലിയ സീരിയസ് ആക്കിയിട്ടില്ലാത്ത കാര്യം എന്താണ്, അത് ഞാൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനെ സീരിയസ് ആക്കി എടുക്കുക. ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ സീരിയസ് ആക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതുക തന്നെ വേണം. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനകത്ത് വെച്ചിട്ട് തലയിലും ഹാർട്ടിലും വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടെ വേറെ പലതും കൂടിയിട്ട് അവസാനം അതൊരു ബിരിയാണി പരുവത്തിലേ പുറത്തു വരുള്ളൂ, എല്ലാ മസാലയും കൂടി പോകും. അപ്പൊ നമ്മൾ സീരിയസ് ആക്കി എടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മാറ്റി എഴുതി വെക്കുക, ദ്വാ ചെയ്യുക, ശ്രമിക്കുക, പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക. ഞാനിത് ചെയ്യുന്നുണ്ടോ, കുറച്ചൊരു മാസം കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം, ഞാൻ ഇത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അത് എഴുതി വിട്ടതാണോ, അല്ലെങ്കിൽ ദ്വാ ചെയ്തിട്ട് അതിനങ്ങ് മറന്നു കളഞ്ഞതാണോ, ശ്രമിക്കുന്നുണ്ടോ. നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ സുബ്ഹാനല്ലാഹ് നമുക്ക് ബോറടിക്കാനേ സമയമില്ല അല്ലെ, നമുക്ക് വേസ്റ്റ് ആക്കാനേ സമയമില്ല. ഏത് സമയത്ത് നമുക്ക് നമ്മളുടെ പെൻഡിങ് ലിസ്റ്റിൽ കാര്യങ്ങൾ എപ്പോഴും ഉണ്ട് അല്ലെ. നമ്മൾ എഴുതി തുടങ്ങി ജേർണൽസ് എഴുതി തുടങ്ങിയ ഇൽം ടു അമലിന് വേണ്ടിയിട്ട് എഴുതി തുടങ്ങിയ ആളുകളാണെങ്കിൽ എപ്പോഴും നമ്മളുടെ പെൻഡിങ് ലിസ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനും, എന്തെങ്കിലും ദ്വാ ചെയ്യാനും, എന്തെങ്കിലും തൗബ ചെയ്ത് മടങ്ങാനും, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും, പഠിക്കാനും, ഫെയിലായി പോയത് വീണ്ടും ട്രൈ ചെയ്യാനും ഒക്കെ നമുക്ക് ബാക്കിയുണ്ട്. അപ്പൊ ഉലായിക ഹുമുൽ മുത്തഖൂൻ, അതാണ് തഖ്വയുള്ള ആളുകൾ. ഇതെല്ലാം ഒന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ. ഒന്നിനെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് കംപ്ലീറ്റ് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുബ്ഹാനല്ലാഹ് ജീവിതം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു നല്ല ലീഡർ ആയിരുന്നു. എന്നാ ഒരു ലീഡർ മാത്രം ആയിരുന്നില്ല അല്ലെ. അദ്ദേഹം ഒരു നമസ്കാരക്കാരൻ മാത്രമായിരുന്നില്ല, എന്നാൽ നല്ല നമസ്കാരക്കാരനായിരുന്നു. അദ്ദേഹം ഒരു നല്ല സുഹൃത്തായിരുന്നു, എന്നാൽ ഒരു നല്ല സുഹൃത്ത് മാത്രമായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്, നല്ല ഭർത്താവായിരുന്നു, ആളുകളായിട്ട് നല്ല രീതിയിൽ ഇടപഴകുന്ന. പക്ഷെ ഈ ഓരോ കാര്യം മാത്രമായിരുന്നില്ല, ഇതെല്ലാം കൂടെ ഒരു മിക്സ്ചർ ആയിരുന്നു. അദ്ദേഹം ധാരാളം സ്വതക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ധാരാളം ആളുകളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലേ നമ്മൾ സക്സസ്ഫുൾ ആവുള്ളൂ. പലപ്പോഴും നമ്മൾ ദീൻ പഠിക്കുമ്പോൾ അല്ലെ, ദീനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഭയങ്കര ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെ. അപ്പൊ നമ്മൾ നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ കൈകെട്ടുന്നത് അവൾ കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ഇന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിട്ട് അതാണ് ദീനെന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവാറുണ്ട്. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദീനിൽ തിരുത്താനുണ്ട് അല്ലെ. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ വീട്ടിൽ ഓരോരുത്തരുടെ വീട്ടിൽ ആരൊക്കെയാണോ ഉള്ളത്, അത് വാപ്പയമ്മയാണോ, മക്കളാണോ, സഹോദരിമാരാണോ, സഹോദരന്മാരാണോ, ഭർത്താവാണോ, ഭർത്താവിന്റെ വീട്ടുകാരാണോ, അവരെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന ഒരു സംസാരം പോലും തിരുത്താനുള്ള സ്കോപ്പ് എപ്പോഴും നമ്മളുടെ അടുത്ത് ബാക്കിയുണ്ട് അല്ലെ. പക്ഷെ ഞാൻ ഇന്ന് അങ്ങനെ പറയരുതായിരുന്നു, ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് അല്ലെങ്കിൽ ഉമ്മാന്റെ അടുത്ത് അങ്ങനെ പറയരുതായിരുന്നു, അത് ശരിയായില്ല. അപ്പൊ നാളെ ഞാൻ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം അല്ലെ. ഒരുപക്ഷെ നമുക്ക് സോറി പറയേണ്ട കാര്യമാണെങ്കിൽ അവരടുത്ത് സോറി പറയണം. അപ്പൊ നമുക്ക് എപ്പോഴും അതുപോലെ നമ്മുടെ ദീനിന്റെ ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്താൻ എപ്പോഴും അത്തരം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. നമ്മൾ ഭയങ്കര ടെക്നിക്കൽ കാര്യങ്ങൾ, നിങ്ങൾ സുജൂദിൽ കാല് വെക്കുന്നത് കറക്റ്റ് ഇങ്ങനെയാണോ അങ്ങനെയാണോ, അവര് ചെയ്യുന്നത് അതല്ല ഇവര് ചെയ്യുന്നത് ഇതല്ല, എന്നാ പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് പരദൂഷണം പറയാൻ, അതിനെക്കുറിച്ച് കുറച്ച് ആളുകളോട് വീഡിയോസ് അയച്ച് അവര് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാന്നൊക്കെ വിചാരിക്കുമ്പോൾ ആലോചിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബേസിക്കലി കറക്റ്റ് ചെയ്യാനുണ്ട്. ഈ ഒരൊറ്റ ആയത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും തോന്നുന്നില്ല. സുബ്ഹാനല്ലാഹ്, നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ആയത്തുൽ ബിർ എന്ന് പറയുന്ന ആയത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, അതിന്റെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തിട്ട് നമ്മൾ എത്തണമെങ്കിൽ വർഷങ്ങൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ എടുക്കും അല്ലെ. ഇത് എഴുത്തിയ കഴിഞ്ഞാലേ നമ്മൾ മുത്തഖിയാവുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അല്ലെ. മുത്തഖിങ്ങൾക്കാണ് ഹിദായത്ത് എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ശ്രമിക്കാൻ തന്നെ നമുക്ക് നമ്മുടെ ആയുസ് മുഴുവൻ വേണം. അപ്പം വല്ലാത്ത അനാവശ്യമായ കാര്യങ്ങളിൽ പെട്ടുപോവാതെ, ഒരു കാര്യത്തിന്റെ പുറകെ ഒരുപാട് പോകുമ്പോൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക നമ്മളുടെ അമലിനെ, നമ്മളെ ഇബാദത്തിനെ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ തടയുന്ന രീതിയിലുള്ള എന്ത് ഡിസ്റ്റർബിങ് ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാലും അതിന്
എത്ര വലിയ കാര്യമായിക്കോട്ടെ, എത്ര വലിയ പാണ്ഡിത്യം ഉൾക്കൊള്ളുന്ന, എത്ര വലിയ വാദപ്രതിവാദങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യമായിക്കോട്ടെ, അത് വേർത്തല്ല. കാരണം നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഇന്ന് അടുത്ത നിമിഷം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളടുത്ത് ചോദിക്കൂല ആ വലിയ പാണ്ഡിത്യമുള്ള വിഷയം അല്ലെങ്കിൽ ആ പണ്ഡിതൻ പറഞ്ഞ ആ കാര്യം തെറ്റാണെന്ന് നീ തെളിയിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കൂല. അള്ളാഹ് ചോദിക്കെന്താ, നീ എങ്ങനെയാണ് ആളുകളോട് ഡീൽ ചെയ്തത്, നിന്റെ നമസ്കാരം എങ്ങനെയായിരുന്നു, നിന്റെ സക്കാത്ത് എങ്ങനെയായിരുന്നു, അല്ലെ? അപ്പം അതുപോലെയുള്ള യൂസ്ലെസ് കാര്യങ്ങളുടെ പിന്നാലെ പോയി നമ്മൾ സമയം കളയണ്ട. പ്ലസ് നമ്മൾ ദീനില എൽമ നേടുന്നത് അത് അമലാക്കിയിട്ടില്ലെങ്കിൽ അത് വേസ്റ്റ് ആണ്. അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യുക തന്നെ വേണം ജീവിതത്തിൽ. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ആയത്ത് മാത്രം എത്തണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഞാനും നിങ്ങളും ഇനിയും വർഷങ്ങൾ എടുക്കും. അപ്പം പരമാവധി നമ്മൾ ശ്രമിച്ചു കഴിയണം. പരമാവധി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം തരും. നമ്മൾ ശ്രമിക്കുക, ദുആ ചെയ്യുക, ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സാഹചര്യങ്ങളും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ നല്ലോണം കറക്റ്റായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കറക്റ്റ് ആക്കണം എന്ന് വിചാരിച്ച സമയത്താണ് ഓരിങ്ങോട്ട് കെട്ടിയെടുത്തത്, അല്ലെങ്കിൽ ഓരോ പരിപാടിക്ക് വിളിച്ചത്. ഇനിയിപ്പോ ഇന്നത്തെ എന്റെ നിസ്കാരമൊക്കെ തലയും വാലും ഇല്ലാണ്ടായി. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു നമ്മൾ വിചാരിക്കാത്ത ഒരു പ്ലാൻ ചെയ്യാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെ എനിക്ക് ബെസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും, അത് ആളുകളുമായിട്ട് ഇടപഴകുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ എങ്ങനെ നമുക്ക് ബെസ്റ്റ് ആവാൻ പറ്റും, അതിന്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങനെ ഒരു ഖദർ തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത പല കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൻസ്ട്രക്ഷൻസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് ശ്രമിക്കുക. അവിടെ ബെസ്റ്റ് ആകാൻ നോക്കുക. കാരണം നമുക്ക് പ്രാക്ടിക്കൽ ഇല്ലാണ്ട് തിയറിക്ക് ഒരു കാര്യമില്ല, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം അപ്പൊ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അപ്പൊ ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അവിടെ നമ്മൾ ക്ഷമ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഓരോ സാഹചര്യങ്ങളെയും അതുപോലെ എടുക്കുക, പഠനങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങളും, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ, കാരണം നമ്മൾ ഓരോരുത്തരും ഈ പറഞ്ഞ പലതിലും വീക്കാണ്, ഞാനും നിങ്ങളും. എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള തൗഫീക്ക് റബ്ബ് തട്ടെ, എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തട്ടെ. അങ്ങനെ എന്താണ് സിദഖ്, അല്ലെ, സാദിഖീങ്ങളാവാനും മുത്തഖീങ്ങളാവാനുമുള്ള തൗഫീക്ക് റബ്ബ് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. നമ്മളെ മരിച്ചുപോയ നമ്മളുടെ മാതാപിതാക്കൾ, പൂർവ്വപിതാക്കന്മാർ, അവരിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മൾ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കാൻ നമ്മൾ എടുക്കുന്ന ഓരോ കുഞ്ഞു എഫേർട്ടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിയോടുകൂടി അവന്റെ അടുത്ത് സ്വീകരിക്കട്ടെ. റബ്ബേ, നിന്റെ തൃപ്തി ഉദ്ദേശിച്ചാൽ ഞങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. റബ്ബേ, ഇതൊന്നും നഷ്ടത്തിൽ പെട്ടു പോകരുത് റബ്ബേ. ഞങ്ങളുടെ നീയത്തുകൾ നീ മാറ്റല്ലേ റബ്ബേ. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഭയങ്കര ഫിത്നയേറിയ കാലമാണ്, അല്ലെ? നമ്മളൊന്ന് നല്ലത് ചെയ്യാൻ വിചാരിക്കുമ്പോൾ അതിനകത്ത് പലതും കലർന്നു പോകാൻ വേണ്ടിയുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. റബ്ബേ, ഞങ്ങളുടെ ഈ ഓരോ കുഞ്ഞു എഫേർട്ടുകളും റബ്ബേ നിന്റെ തൃപ്തിക്കായിട്ട് നീ സ്വീകരിക്കുക റബ്ബേ. ഇതിനകത്ത് ഞങ്ങളെ നിലനിർത്ത് റബ്ബേ, അവസാനം വരെ, ഞങ്ങളുടെ അവസാന ശ്വാസം വരെ നിന്റെ ദീനിന് വേണ്ടി, നിന്റെ കലാം മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഏറ്റവും നല്ല നിയത്തോടു കൂടി അത് ചെയ്യാനും അത് നിന്റെ അടുക്കൽ സ്വീകാര്യമാക്കാനുമുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് അതേപോലെ ഞങ്ങളുടെ വരുന്ന തലമുറകൾക്ക് ഏറ്റവും നല്ല മാതൃകയായി മാറാനുള്ള തൗഫീക്ക് നീ അവർക്ക് ഏറ്റവും നല്ല തർബിയ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കൊടുക്കാൻ പറ്റാവുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനുള്ള തൗഫീക്ക് നീ റബ്ബേ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.